നമസ്കാരം. സീനറ്റിൻ്റെ ജനകീയമായ ഒരു യാത്ര ഇവിടെ വീണ്ടും ആരംഭിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിവിധ പഞ്ചായത്തുകളിലൂടെയുള്ള ഒരു സംവാദ യാത്രക്കിടയിൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധികളുമായിട്ടുള്ള ഒരു ചർച്ചയാണ്. കഴിഞ്ഞ 5 വർഷം ഒരുപക്ഷെ കയ്യൂർ ചീമേനി എന്ന് പറഞ്ഞത് ഒരുപക്ഷെ ലോകമെമ്പാടും എന്ന് പറയുന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പഞ്ചായത്താണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ അതിപ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഭൂപ്രകൃതി കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രങ്ങൾ കൊണ്ടോ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും ഉന്നതിയിൽ നിൽക്കേണ്ടുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് യഥാർത്ഥത്തിൽ കയ്യൂർ ചീമേനി എന്ന് പറയുന്നത്. സാധാരണ ജനജീവിതങ്ങൾക്കപ്പുറത്തേക്ക് ഒരുപക്ഷെ കേരളത്തിന് പുറത്തു നിന്നുള്ള ഒരു സന്ദർശകർ പോലും നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ തേജസ്വിനി പുഴയോരത്ത് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പഞ്ചായത്ത് എന്ന് നമുക്ക് സൂചിപ്പിക്കാം. ആ കയ്യൂർ ചീമേനി പഞ്ചായത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഒപ്പം അതിലെ എല്ലാ തരത്തിലുള്ള ജനകീയമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ് ഇന്ന് സീനറ്റിലൂടെ ഈ ചർച്ചയിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അതിൽ നിലവിൽ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ കയ്യൂർ ചീമേനി ലോക്കൽ കമ്മിറ്റി മെമ്പറും കൂടിയായിട്ടുള്ള AG അജിത് കുമാറാണ് LDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. സ്നേഹത്തോടെ സീനറ്റിൻ്റെ സ്വാഗതം അറിയിക്കുകയാണ്. ഒപ്പം UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് A ജയരാമൻ, അതായത് ചീമേനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും അതുപോലെ തന്നെ ചീമേനി പഞ്ചായത്ത് UDF കൺവീനർ കൂടിയായിട്ടുള്ള ശ്രീ A ജയരാമനാണ് UDFനെ പ്രതിനിധീകരിക്കുന്നത്. സ്നേഹത്തോടെ അദ്ദേഹത്തെയും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജീവൻ ചീമേനി, യഥാർത്ഥത്തിൽ നീലേശ്വരം BJP മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെയും സ്നേഹത്തോടെ സീനറ്റിൻ്റെ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 3 പ്രഗത്ഭരാണ് നമുക്കിവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ചയിൽ വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാവുന്ന അല്ലെങ്കിൽ വരുന്ന 5 വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികളും അല്ലെങ്കിൽ വിട്ടുപോയതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം സംസാരിക്കാനുള്ളത് ഒരിടയിൽ വിചാരിതമായും കഴിഞ്ഞ ഒരു ചർച്ചയ്ക്കിടെ നമ്മളോടൊപ്പം പങ്കെടുത്തത് നിങ്ങളുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ വത്സൻ മാഷ്, വത്സേട്ടനായിരുന്നു നേരത്തെ പങ്കെടുത്തത്. ഞാൻ നേരിട്ട് ചർച്ച ചെയ്തതാണ്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗത്തിലൂടെ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ അജിത് കുമാർ. എന്താണ് കഴിഞ്ഞ 5 വർഷത്തെ ഒരുപക്ഷെ ഒരു നിയോഗം പോലെ ഏറ്റെടുക്കേണ്ടി വന്ന പഞ്ചായത്ത് പ്രസിഡന്റ്ഷിപ്പിൽ നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷം ചീമേനിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് LDF? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വത്സൻ്റെ വിയോഗത്തെ തുടർന്നാണ് ഞാൻ അധികാരത്തിലേക്ക് വന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമെന്ന് സ്വപ്നം പോലും കാണാൻ വരുന്ന അതാണ് ഞാൻ. അപ്പോഴാണ് ഒരു നിയോഗം പോലെ, നിങ്ങൾക്ക് സൂചിപ്പിച്ച പോലെ ഒരു നിയോഗം പോലെ പ്രിയപ്പെട്ട വത്സൻ്റെ വിരഹം ഏറെ ദുഃഖത്തോടെ കേട്ടതും അതിനുശേഷം ഈ അധികാരം ഏറ്റെടുക്കേണ്ടി വന്നത്. വത്സൻ തുടങ്ങി വെച്ച പല പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ കടമ. കാരണം ഈ കഴിഞ്ഞ 9 മാസം മാത്രമാണ് എൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, ഇന്ന് കേരളം ഏറ്റവും പ്രോഗ്രസ് ആയിട്ടുള്ളത് വീടുകൾ നിർമ്മാണത്തിലാണ്. കാരണം പാവപ്പെട്ടവർക്ക് കുടിലിൽ കഴിയുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർക്ക് വീട് വെച്ച് കൊടുക്കുക, അതിന് ഗവൺമെൻറ് ആവിഷ്കരിച്ച ലൈഫ് പദ്ധതി, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് സ്കീമായിട്ടുള്ള PMAY പദ്ധതി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലൈഫ് പദ്ധതിയിൽ 179 വീടുകൾ ഇപ്പോൾ നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ ഒരു 25 വീടുകൾക്ക് കൂടി അഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട് ഗുണഭോക്താക്കൾ. അത്രയും പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ PMAY പദ്ധതിയിൽ 144 വീടുകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 56 ഗുണഭോക്താക്കളുടെ അഗ്രിമെൻറ്റ് ചെയ്ത് ആദ്യ ഗഡു അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഭവന പുനരുദ്ധാരണം, കാരണം പാവപ്പെട്ട ജനങ്ങളുടെ മേൽക്കൂരയില്ലാത്ത ആളുകൾക്ക് മേൽക്കൂര കെട്ടാനുള്ള ധനസഹായം 144 വീടുകളാണ് ആ നിലയിൽ 5 വർഷം കൊണ്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചത്. അതേപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതിയെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അതിനാവശ്യമായിട്ട് നാട്ടിലെ ചെമ്മൺ റോഡുകളൊക്കെ കോൺക്രീറ്റ് റോഡുകളാക്കി മാറ്റാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്. അതിലേറ്റവും പ്രധാനമായിട്ട് നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ 5 ലക്ഷം രൂപ മാത്രമാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു വാർഡിന് വേണ്ടിയിട്ട് ചെലവാക്കുക. അത് ഈ ഭരണസമിതി വന്നതിന് ശേഷം അത് 15 ലക്ഷം രൂപയാക്കി മാറ്റി
എല്ലാ കോൺക്രീറ്റ് റോഡുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ഫണ്ട് കിട്ടാൻ വൈകിയത് കൊണ്ട് തന്നെ പദ്ധതി പൂർത്തിയാക്കാൻ ഒരുപാട് കാലതാമസം വന്നിട്ടുണ്ട്. എന്നാലും 56 റോഡുകൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഏകദേശം 300 മീറ്ററോളം, 350-400 മീറ്റർ ഒരു 15 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ 56 റോഡുകൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ 9,62,991 തൊഴിൽ ദിനങ്ങളാണ് 5 വർഷം കൊണ്ട് സൃഷ്ടിച്ച് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത്. 5,771 കുടുംബങ്ങൾക്ക് 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായിട്ട് വിലയിരുത്തപ്പെടുന്നത്. അത് കഴിഞ്ഞ 5 വർഷമായിട്ട് ആദ്രം അവാർഡ് കയ്യൂർ ചീമേനി പഞ്ചായത്തിന് ലഭിച്ചു വരികയാണ്. ഇപ്പോൾ ഈ വർഷം വരെ, കഴിഞ്ഞ വർഷം വരെ ആദ്ര അവാർഡ് കയ്യൂർ ചീമേനി പഞ്ചായത്തിന് സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് 14 പദ്ധതികളാണ് ആരോഗ്യ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. 28ഓളം പദ്ധതികളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് 14 പദ്ധതികളാണ്. അത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പദ്ധതികൾ. ഏറ്റവും കുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പദ്ധതികളാണ്. ഒന്ന് ഏറ്റവും ജനകീയമായിട്ടുള്ള പദ്ധതി എന്ന് പറയുന്നത് സ്നേഹസ്പർശം എന്നൊരു പദ്ധതിയാണ്. വയോജന സംഗമങ്ങൾ നടത്തിക്കൊണ്ടാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്. എല്ലാ വാർഡുകളിലും വയോജനങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് വയോജന സംഗമങ്ങൾ നടത്തുക. എല്ലാ വാർഡുകളിലും വയോജന ക്ലസ്റ്ററുകൾ, അതുപോലെ തന്നെ വയോജന സമിതികളും രൂപീകരിച്ച് അവരുടെ നേതൃത്വത്തിൽ കൂടി ഇത് നടപ്പിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ ഏറ്റവും ജനകീയമായിട്ട് അത് മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന തരത്തിലേക്ക് മാറി. അതിനുശേഷം പഞ്ചായത്ത് തലത്തിൽ വയോജന സംഗമം നടത്തിക്കൊണ്ടാണ് അതിൻ്റെ സമാപനം കുറിക്കുക എല്ലാ വർഷവും. അതാണ് ഇപ്പോൾ ഏറ്റവും ജനകീയമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് വരുന്നത്. മറ്റൊന്ന്, ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് മരുന്നുകൾ സൗജന്യമായിട്ട് കൊടുക്കുകയാണ്. അത് ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ജീവിതശൈലി രോഗം, ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നത് ജീവിതശൈലി രോഗങ്ങൾ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങൾക്ക് അതിന് മിടിപ്പ് എന്നൊരു പദ്ധതി. കാരണം വ്യായാമം ചെയ്യുക, ആ വ്യായാമത്തിന് വേണ്ടിയിട്ട് ഓരോ ഗ്രാമങ്ങളിലും ക്ലബ്ബുകളുടെ അവരുടെ സഹകരണത്തോടു കൂടി വ്യായാമ ക്ലബ്ബുകൾ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തുക എന്നുള്ളത്. മറ്റൊന്ന്, കൗമാര കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കൗമാര ആരോഗ്യ പരിരക്ഷ, അത് മുകുളം എന്നൊരു പദ്ധതിയാണ്. അത് ആദ്യം നമ്മൾ വാർഡ് തലത്തിൽ നടത്തി. പക്ഷെ ഇപ്പോൾ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ചാണ് അത് നടത്തി വരുന്നത്. അപ്പോൾ അതിനവർക്ക് ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്, അത് ഇപ്പം നമുക്കറിയാം, ഈ മദ്യത്തിനും മയക്കുമരുന്നിനും, ഏറ്റവും പ്രധാനമായിട്ട് മയക്കുമരുന്നിൻ്റെ ഒരു വലിയ പ്രശ്നം നമ്മൾ യുവതലമുറ നേരിടുകയാണ്. അപ്പോൾ സ്കൂളുകളിൽ അതിനെതിരായിട്ടുള്ള വലിയ ബോധവൽക്കരണം ഈ മുകുളം എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരികയാണ്. മറ്റൊന്ന്, അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി ഹമാര ബഹുമാൻ എന്നൊരു പദ്ധതി, അവരുടെ ആരോഗ്യ പരിരക്ഷ, അതുപോലെ തന്നെ അവരുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഇതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ അത്തരം പദ്ധതികൾ നടത്തുന്നത്. മറ്റൊന്ന്, പ്രധാനമായിട്ട് പശ്ചാത്തല മേഖലയിൽ പഞ്ചായത്തിൻ്റെ കൈമാറി കിട്ടിയ എല്ലാ സ്ഥാപനങ്ങളും വളരെ ശക്തിമത്താക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ, റോഡ് ടാറിങ്, ഏറ്റവും പ്രധാനമായിട്ട് മെയിൻ്റനൻസ്, എല്ലാ റോഡുകളും മെയിൻ്റനൻസ് എല്ലാ വർഷവും ചെയ്യുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു, ഒരുപാട് പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് പാശ്ചാത്യ മേഖലയിൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നു. ഇത് ഒരുപക്ഷെ ഭരണപക്ഷി എന്നുള്ള നിലയിൽ നമ്മൾ നടത്തിയ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിലെ ന്യൂനതകൾ എപ്പോഴും നോക്കുന്നത് ഒരുപക്ഷെ ഇതിൽ നിന്നും മാറി നിൽക്കുന്ന UDF അല്ലെങ്കിൽ BJP ഒക്കെ ആയിരിക്കും. UDF എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ 5 വർഷം കണ്ടത്? നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞതിൽ 100% യോജിപ്പില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ റോഡ് പ്രവൃത്തിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ 165ഓളം പ്രവൃത്തികൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഒട്ടാകെ പദ്ധതി വീതം 10,88,895,595. ഈ പദ്ധതിൻ്റെ കാലാവധി പൂർത്തിയാകുമ്പോഴും 104 പദ്ധതി മാത്രമാണ് അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റിയത്. അത് തന്നെ 5,27,64,244. തുക വെച്ച് നോക്കുകയാണെങ്കിൽ 48.58%. ബാക്കി തുകയൊക്കെ ലാപ്സായിട്ടായാലും
പദ്ധതി ലാപ്സായി പോയി. അത് പൂർത്തീകരിച്ചില്ല. അതുപോലെ ഇപ്പം അജിത്ത് പറഞ്ഞു, നമ്മുടെ കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഭീഷണി പറഞ്ഞാൽ കുടിവെള്ളമാണ്. കുടിവെള്ളത്തിന് പിന്നെ ഇവർ തന്നെ 2 ഫേസിലായിട്ട് 5545 ലക്ഷവും, പിന്നെ ഉമ്മൻചാണ്ടി സർക്കാർ, രണ്ടാമത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഈ പിന്നെ എൻഡോസൾഫാൻ പഞ്ചായത്തിനുള്ള ഒരു 10 കോടി രൂപ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോഴും വെള്ളം പല മേഖലകളിലും കിട്ടാക്കനെയാണ്. അതായത് ഈ പെർ ക്യാപിറ്റ വെച്ചാൽ ഈ പിന്നെ ഏകദേശം 65 കോടി രൂപ 24,000 നമ്മൾ പിന്നെ പഞ്ചായത്തിലെ ജനസംഖ്യ. ഈ പൈസ ഡിവൈഡ് ചെയ്താൽ തന്നെ 54,500 രൂപ ഓരോ വ്യക്തിക്ക് കൊടുത്താൽ തന്നെ അവരതിൻ്റെതായ സോഴ്സ് ഉണ്ടാക്കും. അപ്പോൾ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ള പദ്ധതിയിൽ അമ്പേ പരാജയമാണ് നമ്മുടെ കയ്യൂർ ചീമേനി പഞ്ചായത്ത്. ഞാൻ അതുതന്നെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളെ രക്ഷിതാക്കൾക്ക് വരെ വീട് കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് വേണമെങ്കിൽ പ്രസിഡന്റിന്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്താം. നല്ല സ്വജനപക്ഷപാതമാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? സ്വജനപക്ഷം. അതുമാതിരി തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. ഇന്നലെ ഒരു പാവം എൻ്റെ അടുക്ക വന്നിട്ട് പറയുന്നു, അദ്ദേഹത്തിന് ഈ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നു, ഇപ്രാവശ്യം കട്ട് ചെയ്തു ഈ ഇലക്ഷൻ സംബന്ധിച്ചോട്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പിന്നെ സെക്രട്ടറിയോട് പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെ വരുമാനം 1 ലക്ഷമായിട്ട് ഉയർത്തിയിരുന്നു. പിന്നെ വില്ലേജിൽ പോയിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് കൊടുത്തു 35,000 ഒന്നും പണിയൊന്നുമില്ല. ഭാര്യ തൊഴിലുറപ്പിൽ പോകുന്നില്ല, അല്ലാതെ തൊഴിലൊന്നുമില്ല. ആ പാവത്തിന് ഇതുവരെ കിട്ടിയില്ല. ഇതേ പഞ്ചായത്തിൽ പല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പണിക്കുന്നത് നമ്മൾക്ക് അറിവുണ്ട്, ഒരേ ആള് തന്നെ. പക്ഷെ അതൊക്കെ നമ്മളെ അറിവിലുണ്ട്. നമ്മളൊരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഫൈറ്റിങ്ങിലോ ഇതിനൊന്നും പോരില്ല. പിന്നെ ഈ പിന്നെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കയ്യൂർ ചീമേനി 17 വാർഡിൽ മത്സരിക്കുന്നത്. ഇപ്രാവശ്യം 17 വാർഡിലും മത്സരിക്കുന്നുണ്ട്. മുമ്പ് അങ്ങനെ ഇല്ല. എന്നിട്ട് ഇവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ വിജയസാധ്യതയുണ്ടോ? ജയസാധ്യത പിന്നെ അട്ടിമറി പല വാർഡുകളിലുണ്ട്. അത് അട്ടിമറി അത് നമ്മൾ അങ്ങോട്ട് നോക്കേണ്ടി വരുമോ? അട്ടിമറി എന്നൊക്കെ പറയുമ്പോ ഞങ്ങളുടേതായ വോട്ടിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. പരസ്യമായൊന്നും വേണ്ട. ശരി. അല്ല, അട്ടിമറി എന്നുള്ള വേർഡ് വരുമ്പോ 17 വാർഡിൽ ഇല്ല, 9 വാർഡിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ബാക്കി ഒരു ചോദ്യം എവിടെയുണ്ട്? അപ്പൊ 17 വാർഡിൽ ഇല്ല എങ്കിൽ ബാക്കി ആ 17 വാർഡിലുള്ള വോട്ടുകൾ അല്ല, അത് ഞാൻ പറയാം. അതൊരിക്കലും കോൺഗ്രസ് ചെയ്യില്ല എന്നുള്ള വിശ്വാസം നമുക്കുള്ളത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രവർത്തകരത് നോട്ടൊക്കെ കൊടുക്കും. 17 വാർഡുകളിലെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ 2 വാർഡുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം കിണഞ്ഞ് ശ്രമിച്ചു പറഞ്ഞാൽ കുണ്ട്യം വാർഡിലെ ആദ്യം ഒരു മുസ്ലിം ലീഗിന്റെ ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു പിന്താങ്ങിയത്. അവരെ പിടിച്ചു കൊണ്ടുവന്നു, പിന്നെ ഇവിടെയാക്കി. നടന്നില്ല. പിന്നെ കാലാകാലങ്ങളിലൊക്കെ ക്ലായിക്കോട് വാർഡിൽ ഒരു പിന്നെ ബാലികേറ മൂലയാണ്, അവിടെ ഒരു കുഞ്ഞമ്പട്ടൻ ഉണ്ട്. എപ്പോഴും ഞങ്ങൾ സന്ധ്യാസമയത്ത് പോയിട്ട് അയാൾ ഉപ്പ് പണിക്കാറുണ്ട്. അദ്ദേഹത്തിന് ഉപ്പ് പണിക്കാൻ പോകുമ്പോൾ അദ്ദേഹവും 2 മക്കളും ഇല്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ വോട്ടർ പട്ടികയിലില്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഉപ്പ് വാങ്ങി. മകള് പറഞ്ഞിട്ട്, മകളാന്ന് പറയുന്ന ഉപ്പ് പിന്നെ അച്ഛൻ കൊടുക്കുന്നതാണ് കൊടുത്തത്. പിന്നെ അവര് പ്രശ്നമാക്കിയതിന് ശേഷം നമ്മളത് പിന്നെ നിർജീവിപ്പിക്കാൻ ആറോന്റെ അടുക്ക വരണമെന്നൊന്നും വന്നില്ല. അത് കൂടാതെ ഇത് നിർജീവാകുന്നുണ്ട്. ഞങ്ങൾ വേറെ ആൾ ആ കക്ഷിയിലും ഇവർ പിടിച്ചു. ഓക്കെ, ഈ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വികസന പ്രവർത്തനങ്ങളിൽ പശ്ചാത്തല പ്രവർത്തനങ്ങളിൽ എല്ലാം അമ്പേ പരാജയമാണ്. അതിന് UDF എന്തെങ്കിലും നിർദ്ദേശം വെക്കാറുണ്ടോ? ഏതെങ്കിലും ഇപ്പം പിന്നെ ഇവരെ കഴിഞ്ഞ സ്വപ്ന പദ്ധതിയായിരുന്നു പിന്നെ ചീമേനി പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡ്. എവിടെ എത്തിയെന്ന് പ്രസിഡന്റോട് ചോദിക്കും. എവിടെ എത്തിയില്ല. അവിടെ 4 തൂണിന്റെ ഒരു പിന്നെ ഇത് ചെയ്തല്ല, വേറെ എടുത്തില്ല. 5 വർഷക്കാലം എന്ന് പറഞ്ഞ ഒരു പദ്ധതി പൂർത്തീകരിക്കാൻ 1.5-2 വർഷം പോരെ, 5 വർഷമായിട്ടില്ല. അതുമാതിരി കിഫ്ബിയുടെ റോഡുണ്ട് ചെറുവത്തൂർന്ന് പിന്നെ ഓടക്കൊല്ലി. ആ റോഡ് ഇപ്പോഴും ഫിനിഷ് ചെയ്തില്ല. 2018 ബഹുമാനപ്പെട്ട MP ഞങ്ങളൊക്കെ സർവകക്ഷി ഓരോ ക്ലബിലും വിളിച്ചിട്ട് പറഞ്ഞത് അടുത്ത വർഷം ചീമേനി ഉത്സവത്തിന്, അതായത് 2ാമത്തെ ഉത്സവത്തിന് ഇവിടെ കൂടെ കുഷ്യൻ റോഡുമായിട്ടായിരിക്കും ഇവിടുത്തെ പിന്നെ പാതയായിട്ട് മാറുന്നത്. ഇപ്പോഴും അതിന് പണി പൂർത്തീകരിച്ചില്ല. പല സ്ഥലങ്ങളിലും ഈ ഡ്രെയിനേജിന് കവർ സ്ലാബ് ഇടാത്തതുകൊണ്ട് വീണിട്ട് പരിക്ക് പറ്റി പലയാളും ആസ്പത്രിയിലാണ്. അതൊക്കെ പ്രസിഡന്റിന് അറിയാൻ. പ്രസിഡന്റിന് മൂക്കിന് താഴെ വരെ ഉണ്ട്. അപ്പൊ ഈ ഒരു UDF ആരോപിക്കുന്ന ആരോപണങ്ങളിൽ എത്രത്തോളം കഴമ്പുണ്ട്? അല്ലെങ്കിൽ BJP എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ കയ്യൂർ ചീമേനി പഞ്ചായത്തിനെ നോക്കിക്കാണുന്നത്? കാരണം നിങ്ങൾക്ക് ഒരു സ്വാധീനം നിലവിൽ അവിടെ ഇല്ല എന്നുള്ളതാണ്. സീറ്റ് നല്ല നോക്കിക്കഴിഞ്ഞാൽ വാർഡൊന്നും നമ്മൾ ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി എങ്ങനെയാണ് BJP ഈ പ്രവർത്തനങ്ങൾ നോക്കിക്കാണുന്നത്? BJPയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ പഞ്ചായത്തിൽ വളരെ ശക്തമായ രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ 2020
തെരഞ്ഞെടുപ്പിൽ നമ്മൾ 5 സ്ഥലത്താണ് BJP സ്ഥാനാർത്ഥി നിർത്തിയത്. അത് ഇപ്രാവശ്യം നമുക്ക് 9 സ്ഥലത്ത് നിർത്താൻ വേണ്ടി പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. 9 സ്ഥലങ്ങൾ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പല പദ്ധതികളും, ആ പദ്ധതികളിലൊക്കെ ഒരുപാട് പോരായ്മകൾ നമ്മുടെ പഞ്ചായത്തിൽ കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇപ്പം പഞ്ചായത്തിൽ പ്രസിഡന്റ് കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഒരുപാട് പിറകോട്ടാണ് എന്നുള്ളത് നമ്മൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2020 ഇതേപോലത്തെ ഒരു ഡിബേറ്റിൽ ഫ്ലോറിൽ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ ഇതേ ആവശ്യം ഉന്നയിച്ചാണ് നമ്മളൊരു ബസ് സ്റ്റാൻഡ് സങ്കല്പം. കയ്യൂർ ചീമേനി പഞ്ചായത്ത് മറ്റെല്ലാ പഞ്ചായത്തുകളിലും സുഗമമായി ബസ് സ്റ്റാൻഡിൽ കയറാനും പാർക്ക് ചെയ്യാനുള്ള ഒരു ബസ് സ്റ്റാൻഡ് നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയൊരു പോരായ്മയാണ്. ചീമേനി ടൗണിൽ വൈകുന്നേരം 4 മണിക്ക് ശേഷം നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ, +2 വിദ്യാർത്ഥികൾ, വയോജനങ്ങൾ ഇവരൊക്കെ ബസ് ആശ്രയിക്കുന്ന ഇതേ ഈ ടൗണിൽ തന്നെയാണ്. ആ ടൗണിൽ ഗതാഗതക്കുരുക്ക് കാണണമെങ്കിൽ ആ വൈകുന്നേരം ആ സ്ഥലത്ത് നമുക്ക് സഞ്ചരിച്ചേ മതിയാവും. ബ്ലോക്കാണ് ചീമേനി ടൗണിൽ. പിന്നെ സൈഡുകളിൽ മുഴുവനും വാഹനങ്ങൾ പാർക്കിംഗ് ചെയ്യും. ഈ ബസ് സ്റ്റോപ്പ് ചീമേനി ടൗണിൽ തന്നെയാണ്. സാധനങ്ങൾ വാങ്ങാൻ വന്ന സാധാരണക്കാർ ഇവരൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ 5 വർഷമായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ പഞ്ചായത്തിന് സാധിച്ചില്ലാണ് കഴിവുകേടാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന PMAY പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കുന്നതിൽ വലിയ അനാസ്ഥയുണ്ട് എന്നാണ് ജനങ്ങളുടെ പരാതി. നമ്മളിപ്പം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമ്പർക്കത്തിൽ പോകുന്ന സമയത്ത് ജനങ്ങൾ ആക്ഷേപിക്കുന്നത് അതൊക്കെ രാഷ്ട്രീയപരമായാണ് ഈ പദ്ധതികൾ നടപ്പിലാകുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ PMAY പദ്ധതി ആയാലും ലൈഫ് മിഷൻ പദ്ധതി ആയാലും അത് നടപ്പിലാക്കുന്നത് എല്ലാവർക്കും നമുക്ക് കിട്ടുന്നില്ല, രാഷ്ട്രീയ പ്രേരിതമായി അവരെ ആളുകൾക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു പരാതി നമ്മുടെ പഞ്ചായത്തിനകത്ത് നിലനിൽക്കുന്നു. അത് തികച്ചും നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിവരം നമുക്കത് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. പിന്നീട് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഉന്നതികൾ, പിന്നോക്കക്കാരുടെ ഉന്നതികൾ, 1-2 ഉന്നതികളുണ്ട്. ആ ഉന്നതികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സഹായങ്ങൾ അവർ കൈപ്പറ്റിയിട്ട് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ, ആ സഹായങ്ങൾ കൊണ്ട് അവർ ഉന്നതിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു മോണിറ്ററിംഗ് സംവിധാനം നമ്മുടെ പഞ്ചായത്തിൽ നിലവിലില്ല. അത് ഉണ്ടെങ്കിൽ അവിടെ ഒരു വളർച്ച കാണണം. അവിടെ ഒരു വളർച്ചയില്ല ഈ ഉന്നതികളിലൊന്നും. പിന്നെ ഉള്ള മറ്റ് വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സൂചിപ്പിച്ചു ഒരുപാട് പേർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗുണഭോക്താക്കളാക്കാനും അവർക്ക് പൈസ കൊടുക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തൊഴിലുറപ്പ് പദ്ധതികളിൽ പല സ്ഥലത്തും പല പരാതികളും വരുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞുകൂടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമീണ റോഡുകൾ കോൺക്രീറ്റ് റോഡുകളാക്കി ഉയർത്തിയിട്ടുണ്ട് പഞ്ചായത്തിൽ, കുറേ നമ്മളും കാണുന്നുണ്ട്. പക്ഷെ അതിൽ ചില തൊഴിലാളികളെ മാത്രമാണ് റീച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനകത്ത് ഉൾപ്പെടുത്തി ചെയ്യുന്ന. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊഴിലുറപ്പ് തൊഴിലാളികളെ രാവിലെ തൊഴിൽ സ്ഥലത്ത് കൊണ്ടുപോയി ആ പ്രോജക്റ്റിനകത്ത് നിർത്തി ഫോട്ടോ എടുത്ത് അവർ വീട്ടിലേക്ക് പോകും. ഉച്ചക്ക് അതേപോലെ പണിയെടുക്കില്ല. വലിയ ആരോപണം തൊഴിലുറപ്പ് സ്ത്രീകൾ അങ്ങനെ ഒരു സംവിധാനം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് നമ്മൾ സൂചിപ്പിച്ചതാണ്. അത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് സൂചിപ്പിച്ചു. പിന്നെ പഞ്ചായത്തിന്റെ പല സ്ഥലങ്ങളിലും ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഈ കോൺക്രീറ്റ് സംവിധാനം ചെയ്യാൻ സ്ത്രീകൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് അത് അവരെ പണിയെടുത്ത തുക അവരുടെ അക്കൗണ്ടിൽ നിന്നും ഇതിലേക്ക് മാറ്റി അതിനൊരു കമ്മിറ്റി ഉണ്ടായിക്കൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ പഞ്ചായത്തിലെ റോഡുകളൊക്കെ ചെയ്യുന്നത്. അത് ശരിക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ നമ്മളെ തൊഴിലാളികൾക്ക് ആ തൊഴിലിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ നാട്ടിൻ്റെ വികസനം എന്നുള്ള രീതിയിൽ നമുക്കതിനെ അംഗീകരിക്കാതിരിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പം അത്തരത്തിലുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്തുണ്ട്. പിന്നെ നമ്മുടെ 11ാം വാർഡിൽ ഒരു പിന്നോക്ക വിഭാഗക്കാർക്കുള്ള ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിൽ കഴിഞ്ഞ 2 മാസം മുമ്പേ ഇതേ 4 ഉന്നതിയിൽ നിന്നും ഒരു സ്ത്രീ അവിടെ അടക്കം ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അവരെ അടക്കം ചെയ്യാണ്ട് മറ്റു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നൊരു സംവിധാനം ഉണ്ടായി, അടിസ്ഥാന സൗകര്യം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട്. അതുപോലെ ഈ ശ്മശാനം കുറേ സാമുദായിക ശ്മശാനങ്ങൾ എവിടെയുണ്ട്, അവിടത്തേക്കൊന്നും പോകാനൊരു റോഡ് സംവിധാനം, നല്ല റോഡ് സംവിധാനം നമ്മുടെ പഞ്ചായത്തിനകത്ത് ശ്മശാന ഏരിയയിൽ ഇല്ല. ഇതൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിനിധിക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ, നാട്ടുകാർക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഒന്ന് മാറണം. ഇതൊക്കെയാണ് നമ്മുടെ നാടിന്റെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നീട് കാർഷിക മേഖല കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പേ നമ്മളെ പഞ്ചായത്തിനകത്തുണ്ടായ കൃഷിയിടങ്ങളൊക്കെ ഒരുപാട് ഇന്ന് കൃഷി യോഗ്യമല്ലാത്ത രീതിയിൽ നശിച്ചു പോയിട്ടുണ്ട്. അതിലൊന്നും പഞ്ചായത്തിന് വേണ്ടത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നമ്മുടെ പഞ്ചായത്ത് എന്ന് പറഞ്ഞൊരു ഹരിത ഏരിയ നിറഞ്ഞു നിൽക്കുന്ന ഒരു പഞ്ചായത്താണ് കയ്യൂർ ചീമേനി പഞ്ചായത്ത്.
ഒരുപാട് കൃഷിയിടങ്ങൾ ഇന്നും തരിശുഭൂമിയായിട്ട് കിടക്കുന്നുണ്ട്. ഈ തരിശുഭൂമിയിൽ നെൽകൃഷിയും അതുപോലെ പച്ചക്കറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതുപോലെ ചെറുപ്പക്കാരെയും രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വിഷരഹിത പച്ചക്കറി അതുപോലെ തന്നെ നെൽകൃഷി നെല്ലൊക്കെ നമുക്ക് പഞ്ചായത്തിന് സ്വയം പര്യാപ്തമായി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ പഞ്ചായത്തിൻ്റെ ശ്രദ്ധ കൂടുതൽ വേണമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം കൊണ്ട് 5 വർഷക്കാലത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും വലിയ കുറേ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് പ്രസിഡന്റ്. ഒരുപക്ഷെ അതിലേറ്റവും നിർണായകമായിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയിൽ സ്വജനപക്ഷപാതിത്വം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ആളുകൾക്ക് വീടുകൾ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന് ബസ് സ്റ്റാൻഡ്. കാലങ്ങൾ ഇത്രയായിട്ടും കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ചെറുവത്തൂർ ചീമേനി ഓടക്കൊല്ലി റോഡ് ഇനിയും പൂർത്തിയായിട്ടില്ല അല്ലേ? വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാന വികസനം എന്ന് പറയുന്ന 3 കാര്യങ്ങളിലാണ് ശക്തമായ ആക്ഷേപം വന്നിട്ടുള്ളത്. കുടിവെള്ളം, അതുപോലെ കുടിവെള്ളം. ഇതിലൊക്കെ ഈ നമ്മളെ ഒരുപാട് വർഷങ്ങളായി നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്തിൽ ഈ അടിസ്ഥാന വികസനങ്ങൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ LDFനൊരു നാണക്കേടല്ലേ? വ്യക്തമായിട്ടുള്ള മറുപടിയുണ്ട്. ഒന്ന്, ബസ് സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, പഞ്ചായത്തിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ചീമേനിക്ക് ചുറ്റുപാടും ഉള്ള പ്രദേശങ്ങളൊക്കെ തന്നെ പ്ലാന്റേഷൻ ഭൂമിയാണ്. പ്ലാന്റേഷനിൽ നിന്ന് 1 സെന്റ് ഭൂമി എന്തെങ്കിലും ഒരു വികസന ആവശ്യത്തിന് നമുക്ക് കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ, അതായത് കഴിഞ്ഞ 10 വർഷം ആയിട്ട് അപേക്ഷ കൊടുത്തും മന്ത്രിമാരെ നേരിൽ കണ്ടും ഒക്കെ 10 വർഷമല്ല 10-15 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമി കിട്ടാൻ വേണ്ടി. അങ്ങനെയാണ് കഴിഞ്ഞ ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലത്ത് ഭൂമി അനുവദിച്ചു തന്നത്. അത് ലീസിനാണ് ഭൂമി അനുവദിച്ചു തന്നത്. ബസ് സ്റ്റാൻഡിന് 2.5 ഏക്കർ ഭൂമി, 1 ഹെക്ടർ ഭൂമിയാണ് അനുവദിച്ചു തന്നത്. അത് പാറപ്രദേശം. ആ പാറപ്രദേശത്ത് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കണമെങ്കിൽ വലിയ തുക ചെലവ്. അപ്പോൾ MLAയുടെ ഹസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,60,00,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ അത് ലെവലിങ്ങും അതുപോലെ തന്നെ അവിടെ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ പഞ്ചായത്ത് തന്നെ അതിന് ഫണ്ട് കണ്ടെത്തണം. അപ്പോൾ ആദ്യമായിട്ട് അതിൻ്റെ DPR തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏജൻസിയെ ചുമതലപ്പെടുത്തി. എറണാകുളത്തുള്ള ഒരു ഏജൻസിയാണ് കൊട്ടേഷൻ എടുത്തത്. അവരിപ്പോൾ DPR സമർപ്പിച്ചിട്ടുണ്ട്. ആ DPR ഭരണസമിതി ഇപ്പം നമ്മുടെ ഭരണസമിതിക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല, തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ. പുതിയ ഭരണസമിതി വന്നാൽ DPR അംഗീകരിച്ച് ലോൺ സൗകര്യത്തോടു കൂടി മാത്രമേ, അതായത് 9 കോടി രൂപയാണ് അതിന് ചെലവ് വരിക DPR പ്രകാരം. ആ 9 കോടി രൂപ ലോൺ വായ്പ എടുത്തുകൊണ്ട് അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. അതാണ് അതിൻ്റെ പ്രശ്നം. അന്ന് സ്ഥലം അനുവദിച്ച് കിട്ടാനുള്ള താമസം, പിന്നെ DPR റെഡിയാവാൻ ആദ്യത്തെ ഒരു DPR വന്നു. ആ DPR അംഗീകരിക്കാൻ വേണ്ടി പറ്റിയില്ല. നമുക്ക് ആ പ്രദേശത്തിന് യോജിച്ച ഒരു കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒരു രൂപരേഖ ആയിരുന്നില്ല അത്. പക്ഷെ പിന്നീടാണ് രണ്ടാമത്തെ DPRന് വേണ്ടിയിട്ട് അനുവദിച്ച് രണ്ടാമത്തെ DPR ഇപ്പം അംഗീകരിക്കാൻ പറ്റുന്ന തരത്തിൽ ഉണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ വസ്തുത. പക്ഷെ എന്തായാലും അത് ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണ്. കാരണം ഒരു ബസ് സ്റ്റാൻഡ് വേണം എന്നുള്ളത് CPMന്റെ മാത്രമല്ല, BJPയുടെയും കോൺഗ്രസിന്റെ ആയാലും ആ നാട്ടിലെ ജനങ്ങളുടെ മൊത്തം ആവശ്യമാണ്. 5 വർഷമായി എന്നുള്ളതാണ്. 5 വർഷത്തിന്റെ ഒരു പ്രായോഗികത ഇതാണ്. പക്ഷേ ഈ സ്ഥലം വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് 5 വർഷമല്ലല്ലോ, കഴിഞ്ഞ 10 വർഷമായി ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആര് ഭരിച്ചാലും ശരി. ഇതിലെന്താണ് യഥാർത്ഥത്തിൽ ഭരണം, സംസ്ഥാന ഭരണം നമ്മളാണ്. അതിപ്പോ കോൺഗ്രസ് ഭരിച്ചാലും നമ്മൾ ഭരിച്ചാലും ഇത് ഈ പ്ലാന്റേഷന് ഇത് ലീസിന് കൊടുത്താണ് റവന്യൂ. ഈ 2 ഡിപ്പാർട്ട്മെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അപേക്ഷ കൊടുക്കുമ്പോൾ മറ്റു ഡിപ്പാർട്ട്മെന്റ് ഉടക്ക് വെക്കും. ഇങ്ങനെ ഉടക്ക് വെച്ചാണ് അവസാനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ് ഇപ്പൊ നമുക്കത് ലീസിന് അനുവദിച്ചു തന്നിട്ടുള്ളത്. മുമ്പേ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ സമയത്ത് IT പാർക്കിന് വേണ്ടിയിട്ട് ഏക്കർ കണക്കിന് സ്ഥലം വളരെ പെട്ടെന്ന് അനുവദിച്ചു കൊടുക്കുകയും IT പാർക്ക് നടന്നില്ല. അതിന് നിർമ്മാണ പ്രവർത്തി ഫെൻസിങ് വരെയായി അത് നടന്നിരുന്നു. ആ സ്ഥാനത്ത് നമുക്ക് ബസ് സ്റ്റാൻഡിന് എന്താണ് സാങ്കേതികത്വം ഈ ഒരു ബുദ്ധിമുട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തന്നെ പല ലീസിനും മറ്റു 2 കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒന്ന് പിന്നെ ഇപ്പൊ പറഞ്ഞ കിഫ്ബി റോഡ് ശരിയാണ്. കിഫ്ബി റോഡ് എങ്ങനെ പൂർത്തിയാവും? കാരണം കിഫ്ബിക്കെതിരായിട്ട് ഇപ്പം BJP സർക്കാർ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് VD നോട്ടീസും അതിന്റെ 6 ലക്ഷം കോടിയാണ് കടം.
കേരളത്തിന്റെ കിഫിന്ന് എടുത്തെടുത്ത് പലിശ മുതലും കൂടെ വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് കിഫ്ബിയുടെ ഫണ്ടാണ്. ആ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നമ്മുടെ നാട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കിഫ്ബിയാണ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം BJP സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ കിഫ്ബിന്ന് പണം കിഫ്ബിക്ക് പണം കൊടുക്കാൻ പലിശ കൂടിയിട്ട് വീണ്ടും ലോൺ എടുത്ത് കിഫ്ബിക്ക് പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് കൊടുക്കാനുള്ള സ്രോതസ് നമുക്കില്ലല്ലോ. പക്ഷെ വികസനം നമുക്ക് ഇവിടെ വേണം, വികസനം വേണം. പക്ഷെ ഇത്രയും പൈസ എടുത്തിട്ട് എങ്ങനെ നടക്കുമെന്നില്ല. പഞ്ചായത്തിന്റെ ഫണ്ട് തനത് വരുമാനം എന്ന് പറയുന്നത് കയ്യൂർ ചീമേനി പഞ്ചായത്തിന് വളരെ കുറവാണ്. കാരണം ഒരു വലിയ ഭൂഭാഗം മുഴുവൻ പ്ലാന്റേഷന്റെ കൈവശമാണ്. അതുപോലെ ജനസംഖ്യയിൽ ഒരുപാട് ആൾക്കാർ വളരെ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന ആൾക്കാർ, വലിയ ബിൽഡിങ്ങുകളോ കെട്ടിടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ തനത് വരുമാനം വളരെ ചെറിയ വരുമാനം മാത്രമേ ഉള്ളൂ. ഗവൺമെന്റ് ഗ്രാന്റ് കൊണ്ടാണ് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത്. അതൊക്കെയാണ് നമ്മുടെ ഒരു പ്രശ്നം. ഇവിടെ പറഞ്ഞ മറ്റൊരു ആരോപണം ബാക്കിയുണ്ട്. ഒന്ന്, ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല, പക്ഷെ ഒരു ലൈഫിൽ ഒരു വ്യക്തിയെ പേരെടുത്ത് തന്നെ ഇദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിന് ലൈഫ് പദ്ധതിയിൽ നമുക്കറിയാം പ്രസിഡന്റിന്റെ മൂക്കിന്റെ താഴെയാണെന്നാണ് പറഞ്ഞത്. അതിന്റെ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതും ഒക്കെ ജനങ്ങള് അപേക്ഷ നൽകി അപേക്ഷയുടെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച് അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡ പ്രകാരം ഉള്ള ഒരു ലിസ്റ്റാണ് അംഗീകരിക്കപ്പെടുന്നത്. ആ ലിസ്റ്റിൽ ഒരു മറിമായവും ഒരു തിരുത്തലുകൾ നടത്താൻ വേണ്ടിയിട്ട് ഭരണസമിതിക്കോ ഗവൺമെന്റിനും ഒരു കഴിയില്ല. അതിന് എന്തെങ്കിലും അതിൽ ഉൾപ്പെടുത്താനോ മാറ്റം വരുത്താനോ ആവുമെങ്കിൽ അത് കളക്ടർക്ക് മാത്രമേ അതിന് കളക്ടർക്ക് നിർദ്ദേശം കൊടുക്കാം. കളക്ടർക്ക് നിർദ്ദേശം കൊടുത്താലും അത് ഗ്രാമസഭ ഈ പറയുന്ന വ്യക്തിക്ക് അംഗീകരിച്ച് കിട്ടാതിരിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളുണ്ടോ? ഈ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഇല്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരാതി രൂപേണ പഞ്ചായത്തിലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്കോ കൊടുക്കാമായിരുന്നു. നിങ്ങളുടെ ജനകീയ ഇടപെടൽ തീർച്ചയായിട്ടും അത് പരിശോധിക്കും. ആ ഇടപെടൽ UDF നടത്തിയിട്ടില്ല എന്നല്ലേ പറയുന്നത്? അവരെന്നെ കൊടുത്തു, അവര് പിന്നെ ലിസ്റ്റിലുണ്ടെന്ന് പറഞ്ഞ അതിനു മുമ്പേ ഇതേ പ്രശ്നത്തില് ഒരു പിന്നെ ശൂലാപ്പങ്ങൽ ലീല എന്ന് പറഞ്ഞ ഒരു പെണ്ണുങ്ങള്, അവര് ഇതേമാതിരി ഭർത്താവ് ഇല്ലാത്ത ആൾക്കാരാണ്. അവര് മേൽക്കൂര പറന്നുപോയി. 13-ാം വാർഡിലായിരുന്നു. ഞാൻ വിളിച്ചപ്പോൾ പോയി സലാമായിരുന്നു അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ. സലാം പറഞ്ഞു, ആരും നമ്മളെ പിന്നെ സോഷ്യൽ മീഡിയസിനൊന്നും വിളിക്കണ്ട, അടുത്ത പ്രാവശ്യം എന്റെ ജീവനുണ്ടെങ്കിൽ ഇതിലേക്ക് വീടുണ്ടാവും. ഇതില് ലൈഫ് പദ്ധതിയില് പ്രശ്നം എന്ന് വെച്ചാല് ഇനി ഭർത്താവില്ല ഭാര്യയുണ്ടോ അങ്ങനെയൊന്നും അത് പ്രശ്നമല്ല. അതിന് കൃത്യമായിട്ടുള്ള കാര്യം 25 സെന്റ് ഭൂമിയിൽ അധികം 1/2 സെന്റ് പോലും ഉണ്ടെങ്കിൽ അതിൽ ഉൾപ്പെടില്ല. അവർക്ക് 5 സെന്റ് സ്ഥലമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം അവർ പിന്നെ അതില് പിന്നെ ഇവർ പറഞ്ഞതെന്ന് പറഞ്ഞാല് പിന്നെ ഇത് പറഞ്ഞു, പിന്നെ ഈ ലീലോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ലിസ്റ്റിലുണ്ട്. ശരിയാണ്, ഞാൻ ലിസ്റ്റ് നോക്കി 321 നമ്പർ 30 കൊല്ലം കഴിഞ്ഞാലും കിട്ടൂല. 6-7 ആളാണ് ലിസ്റ്റിൽ കിട്ടുന്ന ഒരു കൊല്ലം. ഈ ആരോപണത്തിന് മറുപടി കഴിഞ്ഞോ? 321 ലീലയുടെ നമ്പർ. അതുപോലെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് കുടിവെള്ളം കിട്ടുന്നില്ല. ഇപ്പൊ പാറപ്രദേശങ്ങളില് ഇപ്പം ആദ്യം ഘട്ടത്തില് പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പാറപ്രദേശങ്ങളില്ലായിരുന്നു. ആദ്യം അനുവദിച്ച തുകയിൽ അത് തികയുന്നില്ലായിരുന്നു. കാരണം ചെങ്കല്ലാണ്. ആ ചെങ്കല്ല് കളച്ച് അതിൽ പൈപ്പിടാൻ വേണ്ടിയിട്ട് രണ്ടാമത് കരാർ കൊടുത്തു. ഇപ്പൊ കരാറുകാരനെ എടുത്തിട്ട് അതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഈ പാറപ്രദേശങ്ങളിൽ കിട്ടൂ. മറ്റെല്ലാ സ്ഥലങ്ങളിലും പൈപ്പ് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. വെള്ളം രണ്ടാമത്തെ ഫേസ് ഇപ്പോൾ പൂർത്തിയാകാറുണ്ട്. ആദ്യത്തെ ഫേസ് പൂർത്തിയായി കഴിഞ്ഞു. എല്ലാവർക്കും കുടിവെള്ളം കിട്ടുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മളുടെ ചർച്ച പൂർത്തിയാക്കുമ്പോൾ സ്വാഭാവികമായും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കി വരുന്നതിന് മുൻപ് നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് അത്യാവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കാണാം. കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളും ഒപ്പം ഇനി കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെയായി നമ്മൾ വീണ്ടും ആരംഭിക്കുകയാണ്. പ്രസിഡന്റിൽ നിന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ തുടങ്ങുന്നത്. കാരണം പ്രതിപക്ഷമില്ലാത്തൊരു പഞ്ചായത്ത് എന്നുള്ളതാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് കയ്യൂർ ചീമേനി പഞ്ചായത്തിനെ. ഈ പ്രതിപക്ഷമില്ലായ്മ ഈ വികസനത്തിൻ്റെ കാര്യങ്ങളിൽ കുറച്ച് അലംഭാവമോ അശ്രദ്ധയോ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ? പ്രതിപക്ഷം ഈ ഭരണരംഗത്തില്ലാന്നേ ഉള്ളൂ. പ്രതിപക്ഷ കക്ഷികളൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, കോൺഗ്രസ് ഏറ്റവും ശക്തമായിട്ടുണ്ട്, ലീഗ് ഉണ്ട്, എല്ലാ കക്ഷികളും ഉണ്ട്. പക്ഷേ നമുക്കറിയാം ഈ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് മുമ്പിലേക്ക് ഒരു പ്രകടനം നടത്താൻ പോലും ഇതുവരെ ഈ രാഷ്ട്രീയ ആരോപണമാണ്. അത് ആ രാഷ്ട്രീയ ആരോപണം UDF-ഉം അതുപോലെ BJP ആണ് അതിന് മറുപടി പറയേണ്ടത്. ഉണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാമായിരുന്നു. അതല്ല, ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് മാത്രമല്ല ഇത്തരം ചർച്ചകൾ കൊണ്ടുവരേണ്ടത്.
തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന്റെ അവരുടെ റോള് കൃത്യമായിട്ട് നിർവഹിക്കാനുള്ള എല്ലാ അവസരങ്ങളും അവർക്കുണ്ടായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ആരോപണം ഉന്നയിച്ചു ഞങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ പറഞ്ഞ 2 വാർഡുകൾ, ഒന്ന് കുണ്ട്യം വാർഡായാലും ക്ലായിക്കോട് വാർഡായാലും, ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും ജയിക്കാൻ പറ്റാത്ത 2 വാർഡുകൾ അവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും അതിൽ ഇടപെടൽ നടത്തിയിട്ട് ഞങ്ങൾ തോൽക്കും എന്ന ഒരു ധാരണയും ഞങ്ങൾക്കില്ല. എന്നാലേ ഞങ്ങൾക്ക് അതിൽ ഇടപെടൽ നടത്തുള്ളൂ. അപ്പം അതൊക്കെ വെറും രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമായിട്ട് ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് UDF നടത്തുന്ന ഒരു ആരോപണം മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതിന് മറുപടി ഞാൻ കൊടുക്കാം. കാരണം അവർക്ക് ഞങ്ങളെക്കാൾ ഭയം അവരെ പാർട്ടിക്കാരെയാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ണിത്താനി ഈ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തുകളിൽ സാധാരണ 70-ൽ താഴെ കിട്ടുന്ന 200-ൽ മുകളിൽ വോട്ട് പോയി. അപ്പം ഈ ക്ലായിക്കോട് നമ്മുടെ കൈപ്പത്തി ചിഹ്നം അല്ലെങ്കിൽ വേറൊരു ചിഹ്നം വന്നാൽ ആ ചിഹ്നത്തിലേക്ക് ഇവർ വോട്ട് പോകുന്നതിലൊരു പേടി മാത്രമാണ്. ഞങ്ങളവിടെ ഏജന്റ് ഇരിക്കില്ല, അവിടെ പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റൂല, അങ്ങനത്തെ കണ്ടീഷനാണ്. പക്ഷെ ഇവരെ പേടി എന്താന്ന് വെച്ചാല് ഇവരെ പിന്നെ ബ്രാഞ്ചിലൊരു ചർച്ചാ വിഷയം ഇത്രയും വോട്ട് എങ്ങനെ ഈ മറു കക്ഷിക്ക് പോയി എന്നുള്ളൊരു ഇതാവും. അങ്ങനെ ഒരു വോട്ട് കൂടുതൽ ഉണ്ണിത്താനം പോയി എന്നുള്ളത് നിങ്ങളെ കണക്കിൽ കിട്ടിയിട്ടുണ്ടോ? കുറച്ച് വോട്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നമുക്കറിയാം ചില ആളുകളുടെ മനോനിലക്കനുസരിച്ച് അന്നേരത്തെ വോട്ട് ഞങ്ങൾ ജനാധിപത്യമായിട്ട് ജനാധിപത്യ രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത്. അതിലൊരാൾക്ക് വോട്ട് ചെയ്യണം. അതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായി പോയതാണെന്നുള്ള ചിന്തയുണ്ടോ? അതോ BJP-ക്കെതിരെ പ്രതിരോധിക്കാൻ വേണ്ടി ഉള്ളതായിട്ട് കൂട്ടാൻ പറ്റുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്നത് നമുക്കറിയാം. മറിയ ചേട്ടത്തിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി എന്ന് വരുത്തിക്കൊണ്ട് വലിയ പ്രചരണം നടത്തി. അതിന്റെ ഭാഗമായിട്ട് ചില ആളുകളിൽ ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിന്റെ ഭാഗമായിട്ട് വോട്ട് പോയത്. അല്ലാണ്ട് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും ഈ വാർഡുകളിൽ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രസിഡന്റ് പറഞ്ഞ മാതിരി അവരെ സുനിശ്ചിതമായ വിജയമാണ്. ഭീഷണി ഇത് തന്നെയാണ്. ഇവരെ വോട്ടുകൾ മറുപക്ഷയിലേക്ക് ഈ പറഞ്ഞ മാതിരി BJP-ക്കും വോട്ട് കിട്ടി, കോൺഗ്രസിനും വോട്ട് കിട്ടി, BJP-ക്കും വോട്ട് കൂടുതൽ കിട്ടി, ഈ പാർലമെന്റ് കിട്ടി. അപ്പൊ അതെങ്ങനെ കൂടുതൽ കിട്ടി? അത് എവിടുന്ന് പോയത്? ആ കണക്കിലില്ലേ? കാലഘട്ടത്തിന്റെ ഭാഗമായിട്ട് ഭരണത്തിനോട് എതിരുള്ള ജനങ്ങളുടെ വികാരങ്ങൾ പല രീതിയിൽ മാറുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിനകത്ത്. അതിന്റെ ഭാഗമായിട്ട് CPM-നകത്ത് തന്നെ ഇന്നത്തെ കേരളത്തിലെ ഭരണത്തെപ്പറ്റി വലിയ വിഷമതകളുള്ള പല പ്രവർത്തകർക്കുണ്ട്. അപ്പൊ അവരത് വോട്ടായി മാറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷേ LDF ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷം കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ മുഖച്ഛായ മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. ഇവർ അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ പഞ്ചായത്തിന് തനതായ ഫണ്ടുകളൊന്നും വരുന്നില്ല എന്ന് പ്രസിഡന്റ് പറഞ്ഞു. ഇത്രയും കാലയളവിൽ കയ്യൂർ ചീമേനി പഞ്ചായത്ത് ഭരിച്ചത് CPM-ആണ്. ഇവിടെ എന്ത് വികസന പദ്ധതികൾ കൊണ്ടുവന്നു ആ പഞ്ചായത്തിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പ്രസിഡന്റ് മറുപടി പറയണം. അത്തരത്തിലൊരു ഒരുപാട് പദ്ധതി ഞാൻ പറഞ്ഞില്ലേ, IT പാർക്ക് വരുന്നു എന്ന് പറഞ്ഞ് പല രീതിയിൽ നമ്മളെ പഞ്ചായത്തിനകത്ത് വലിയ ഒരു സ്പന്ദനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് PS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ശ്രമിച്ചു. തറക്കല്ലടക്കം ഇട്ട് അതിന്റെ എല്ലാ പരിപാടിയും കെട്ടി. എന്നിട്ട് അവിടെ IT പാർക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചില്ല. പിന്നെ അത് വേറെ ടെക്നോ പാർക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. പിന്നെ വേറെ 1-2 പദ്ധതികൾ പക്ഷെ അവിടെ ചെയ്തത് അവസാനം മാലിന്യ പ്ലാന്റ് അല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് നാട്ടിലെ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. സോളാർ പാർക്ക് വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു പദ്ധതി അവസാനം കൊണ്ടുവന്നൊരു പദ്ധതിയാണ് മാലിന്യ പ്ലാന്റ്. ആ മാലിന്യ പ്ലാന്റിനെതിരെ എല്ലാവരും സമരം ചെയ്ത് ആ മാലിന്യ പ്ലാന്റിന്റെ അത് പിന്നോട്ട് പോയത്. സമരം ചെയ്തതാണിപ്പം പ്രസിഡന്റ് പറഞ്ഞില്ലേ, എല്ലാ പ്രതിപക്ഷ കക്ഷികളും മാലിന്യ പ്ലാന്റിനെതിരെ സമരം ചെയ്തിരുന്നു. പഞ്ചായത്തിനകത്തും അതുപോലെ തന്നെ പുറത്ത് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അരിയിട്ടപ്പാറയില് മാലിന്യ പ്ലാന്റിന്റെ പ്രശ്നം പ്ലാന്റുമായി ബന്ധപ്പെട്ട് CPM അടക്കം അതിൽ പ്രതിഷേധവും പ്രക്ഷോഭങ്ങളും നടത്തിയതാണ്. കാരണം മാലിന്യ പ്ലാന്റ് അവിടെ വരാൻ ഞങ്ങൾ CPM-ഉം തീർച്ചയായിട്ടും അനുകൂലമല്ല. തീർച്ചയായിട്ടും അനുകൂലമല്ല. കാരണം കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ വികസനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാലിന്യ പ്ലാന്റ് കൊണ്ടുവരാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശക്തമായിട്ടുള്ള നിലപാട്. അത് പഞ്ചായത്ത് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു നമ്മൾ ചോദിച്ചപ്പോ. പക്ഷെ MLA നിയമസഭയിലെ MLA അതിന് ഒരു മറുപടി കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഇത് കൊണ്ടുവരേണ്ട ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, സംസ്ഥാനതല പദ്ധതിയാണ്. ആ പദ്ധതിക്ക് നമ്മൾ ചോദിച്ചപ്പോൾ മറുപടി കിട്ടി പഞ്ചായത്ത്. ഈ അത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ ചീമേനി പഞ്ചായത്തിൽ മറ്റ് സ്ഥലങ്ങളൊന്നുമില്ല, ഈ അരിയിട്ടപ്പാറയിൽ അല്ലാതെ. പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഗവൺമെന്റിന്റെ കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്, ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. അതാണ് ഇത്തരം എന്ത് ഗവൺമെന്റ് തീരുമാനിക്കുന്ന ഏത് പദ്ധതിയും അവിടെ നടപ്പിലാക്കാം എന്നുള്ളതാണ്. അതാണ് പ്രശ്നം. ഇപ്പം IT പാർക്കുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. IT പാർക്ക്
ആദ്യം IT പാർക്ക് വരണം എന്ന് തന്നെ ഉദ്ദേശിച്ചാണ് ES അച്യുതാനന്ദൻ അവിടെ തറക്കല്ലിടുകയും അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയത്. പക്ഷെ പിന്നീടാണ് ഇത്തരം ഗ്രാമപ്രദേശങ്ങളിൽ അത് കൊണ്ടുവരുന്നത് അത്ര ഗുണകരമായിരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അത് വ്യവസായ പാർക്കുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പിന് കൈമാറാൻ വേണ്ടിയിട്ട് ഇപ്പം ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഈ നിലവിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വ്യാപാരികൾക്കടക്കം എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന ഒരു ആക്ഷേപം. ഉറപ്പാണ്. കാരണം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ആധുനിക രീതിയിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ എല്ലായിടത്തും ആവശ്യം തന്നെയാണ്. ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ പ്ലാസ്റ്റിക്കുകളായാലും മറ്റു മാലിന്യങ്ങളായും ഓരോ മാസവും ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ശേഖരിക്കുന്നത്. ഈ പഞ്ചായത്തിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തം. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും മാലിന്യ കൂമ്പാരങ്ങൾ എവിടെയും കാണാനില്ല. പണ്ടുണ്ടായിരുന്ന മാലിന്യ കൂമ്പാരങ്ങളൊക്കെ എവിടെ പോയി ഇപ്പോൾ? അതെല്ലാം കൃത്യമായിട്ടുള്ള സംസ്കരണ സംവിധാനങ്ങളിലേക്ക് എത്തിച്ച് കൃത്യമായിട്ട് സംസ്കരിച്ച് അത് നിർമ്മാർജ്ജനം ചെയ്യുകയാണ്. എത്രയോ ടൺ കണക്കിന് പ്ലാസ്റ്റിക്കാണ് ഓരോ മാസത്തിലും ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. ആ ശേഖരിക്കുന്ന മാലിന്യങ്ങളൊക്കെ കൃത്യമായിട്ട് സംസ്കരിച്ച് അത് റീസൈക്കിൾ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ റീസൈക്കിൾ ചെയ്ത് കൃത്യമായിട്ട് ഒരു മാലിന്യ കൂമ്പാരങ്ങളും എവിടെ ഇല്ലാതെ ഇപ്പോൾ മാറ്റിയെടുത്തു. അത് ഇത്തരം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചതുകൊണ്ടാണ്. അത് നമ്മുടെ പഞ്ചായത്തിലും വേണം. നമുക്കറിയാം ഇപ്പോൾ കക്കൂസ് മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പട്ടണങ്ങളിൽ ഉള്ള സംവിധാനങ്ങൾ പോലെ നമ്മൾ പോയി കണ്ടതാണ്. ഞാനടക്കം പോയി കണ്ടതാണ്. ഇപ്പൊ തിരുവനന്തപുരത്തെ ആ പട്ടണത്തിലെ മുഴുവൻ കക്കൂസ് മാലിന്യങ്ങളും അത് സംസ്കരിക്കുന്ന ഒരു സ്ഥലം, ഒരു വലിയ ഇത്. അവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. അവിടെ തൊട്ടടുത്ത് ഒരുപാട് താമസക്കാരുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നങ്ങളുമില്ല. അത് ഒരു സ്മെല്ലോ ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട അത് പഞ്ചായത്തിന് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇല്ല. ജനങ്ങളുടെ ആശങ്ക ഏത് രീതിയിലുള്ള പ്ലാന്റ് ആണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഏത് മാലിന്യ പ്ലാന്റുകൾ വരുന്നതും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. ബോധ്യപ്പെടുത്താനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടണം. അല്ലാണ്ട് പെട്ടെന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആ ബോധ്യപ്പെടുത്താനുള്ള സമയം നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ലേ? കിട്ടുന്നില്ല. കാരണം ഞങ്ങൾ തന്നെ അറിയാൻ വൈകിട്ടാണ് മാലിന്യ പ്ലാന്റ് ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾക്ക് പഞ്ചായത്തിന് ഒരറിയിപ്പ് കിട്ടുന്നത്. പഞ്ചായത്ത് അന്നേരം തന്നെ ഭരണസമിതി കൂടി അതിന് എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് സാവകാശം വേണം. ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഇവിടെ ഏതൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി കഴിയൂ. പ്രത്യേകിച്ച് മാലിന്യ പ്ലാന്റ് പോലുള്ള പ്രശ്നങ്ങൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള സാവകാശം വേണം. അപ്പൊ ഇവരെടുത്ത നടപടി ശരിയാണോ എന്നാണോ നമുക്ക് വിലയിരുത്താൻ? ശരിയാണെന്നല്ല, പഞ്ചായത്തിന് നമ്മളെ സമരസമിതിയും ആളുകളും സമീപിച്ച സമയത്ത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ മറുപടി ഞങ്ങൾ പിന്നെ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് യാതൊരു വിവരമില്ല എന്നുള്ളതാണ്. പക്ഷെ ഗവൺമെന്റ് ശക്തമായ രീതിയിൽ അതിന്റെ DPR തയ്യാറാക്കാൻ സ്ഥലം അക്വയറിയും അതിര് കെട്ടിവെച്ചു അതിനെ തിരിച്ചു വെച്ചു. പിന്നീട് സമര പ്രവർത്തകരുടെ ഈ എതിർപ്പ് മൂലമാണ് ഇത് പുറകോട്ട് പോയിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഇത്രയും കാലം ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കാനും അതുപോലെ പഞ്ചായത്ത് മറ്റ് പഞ്ചായത്തിനെ പോലെ കടപിടിച്ച് മുന്നോട്ട് പോകാനും പഞ്ചായത്തിൽ തനത് ഫണ്ട് വർദ്ധിപ്പിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാർ എന്തെങ്കിലും പദ്ധതികൾ പഞ്ചായത്ത് ഇടപെട്ട് നമ്മളെ ഇത്രയും തരിശു കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളിൽ ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചു, അവിടെ നല്ലൊരു വികസനത്തിന് വേണ്ടിയുള്ള വല്ല വ്യവസായങ്ങളും കാര്യങ്ങളും കൊണ്ടുവരാൻ നമ്മുടെ പഞ്ചായത്ത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ആരോപണം. നിലവിൽ ഒരുപാട് തൊഴിൽ സ്ഥാപനങ്ങളൊന്നും നമ്മളെ ഒന്നുമില്ല പഞ്ചായത്തിൽ ഇല്ല അല്ലേ? തൊഴിൽ സ്ഥാപനങ്ങളുടെ കുറവ്. പിന്നെ എഞ്ചിനീയറിംഗ് കോളേജും 1-2 ഹൈസ്കൂളിലെത്ത ടീച്ചേഴ്സിന്റെ മാത്രമാണ് പ്രൊഫഷണൽ ടാക്സ്. കാരണം 14 സ്കൂളാണ് കണ്ടത്. അതെങ്ങനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ സ്കൂളുകളിൽ വായന പരിപോഷിപ്പിക്കാൻ വേണ്ടി പേപ്പർ വായിക്കണം. അപ്പം ഇംഗ്ലീഷ് പേപ്പർ അടക്കം 4 പേപ്പറാണ് ഇടണ്ടേ. ഇവരെന്താക്കിയെന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും 4 ദേശാഭിമാനി ഇട്ടു. 4 പേപ്പറാണല്ലോ ഇവിടെ ഉണ്ട്. അപ്പൊ അതില് വരെ ഒരു നിഗൂഢത കാണുന്ന ഭരണസമിതിയാണ്. അത്തരത്തിൽ നിഗൂഢതയുണ്ടോ ഭരണസമിതിക്ക്? ഞാനിത് പഞ്ചായത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടാവുന്നത് 4 പേപ്പർ എന്ന് വിചാരിച്ച പ്രസിഡന്റും ഭരണസമിതിയും വിചാരിച്ചു 4 ദേശാഭിമാനി. കാരണം ഞാൻ പഞ്ചായത്തിന്റെ പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടാവുന്നത്. അതിന്റെ ക്ലാസ്സിനനുസരിച്ച് ഒരുപാട് പേപ്പർ ഉണ്ട്. ഒരു സ്കൂളിൽ 4 പേപ്പർ അല്ല. അത് ആ 4 ദേശാഭിമാനി ആവാൻ പാടില്ല എന്ന് പറഞ്ഞേ. മനോരമ വരുത്ത, മാതൃഭൂമി വരുത്ത, ഈ ഹിന്ദു വരുത്ത. അപ്പൊ ഇവര് വിചാരിച്ചു പഞ്ചായത്തിന്റെ സമഗ്ര വികസനം എന്ന് പറയുന്നത് പഞ്ചായത്തിൽ പിന്നെ നമ്മുടെ വ്യവസായ സംരംഭങ്ങൾ തൊഴിൽ ലഭ്യമാക്കുന്ന നമ്മളെ പഞ്ചായത്തിനകത്ത് ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന പദ്ധതികൾ കൊണ്ടുവേണ്ട സമയം അതിക്രമിച്ചു പഞ്ചായത്തിന്. തീർച്ചയായും അത് LDF വളരെ മാതൃകാപരമായി പറയേണ്ടുന്ന ഒരു ഉത്തരമാണ്. കാരണം
തൊഴിൽ സ്ഥാപനങ്ങൾ ഇത്രയും വർഷമായിട്ടും നമ്മൾക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ കൂടുതൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളെ പഞ്ചായത്തിലേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നൊരു ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഈ കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് എന്താണ് തനത് ഫണ്ടുകൾ ലഭ്യമായി തുടങ്ങി ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരും. എന്താണ് ഇതിനൊരു മറുപടി? തീർച്ചയായിട്ടും തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് അതും ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതിനാണ് ഇപ്പോൾ IT പാർക്ക് ഇപ്പം വ്യവസായ പാർക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യവസായ പാർക്കിന് ആ പാർക്ക് മാറിയില്ല, അത് സ്ഥലം മാറിപ്പോയില്ലേ? ഇല്ല, IT പാർക്ക് മാറിച്ചു എന്നേ ഉള്ളൂ. ആ സ്ഥലം വ്യവസായ പാർക്കിന് കൈമാറാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചു കഴിഞ്ഞു. അല്ല, ഇതും ഇപ്പൊ കുറെ വർഷങ്ങളായി. അല്ല, അത് വ്യവസായ പാർക്ക് ഏകദേശം നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അന്ന് LDF അതിനെതിരെ സമരവും കൂടി ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത്രയും വർഷമായിട്ടും ഈ വ്യവസായ സൗഹൃദ കേരളമായിട്ടും അത് സാധിച്ചിട്ടില്ല. ശരി തന്നെയാണ്. സർക്കാർ നമ്മൾ ആവശ്യപ്പെടുന്നത്, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെടുന്നത് അവിടെ വ്യവസായ പാർക്ക് വേണം എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും അത് വരും എന്ന് തന്നെ ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അതുപോലെ ചെറുകിട സംരംഭങ്ങൾ, ഒരുപാട് ചെറുകിട സംരംഭങ്ങൾ ഉണ്ടാകും. ആ ചെറുകിട സംരംഭങ്ങൾക്കാണ് അതിനു വേണ്ടിയിട്ട് കുടുംബശ്രീ നേതൃത്വത്തിൽ ഒരുപാട് യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പദ്ധതികൾ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങൾ 12 സംരംഭങ്ങൾ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. അതിന്റെ തുടക്കം നടത്തി കഴിഞ്ഞു. അതിന്റെ 1ാം ഗഡു കൈമാറി കഴിഞ്ഞു. അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഇത്തവണ വോട്ട് പിടിക്കാൻ ജനങ്ങളിലേക്ക് പോകുമ്പോൾ LDFന് അത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ പറ്റുന്നുണ്ടോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് നടത്തിയ എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ്. അത് ജനങ്ങളോട് പറയുമ്പോൾ അവർക്കും കൂടി അനുഭവവേദ്യമാകുന്ന തരത്തിലേക്കാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ മാറിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് വോട്ടിന് ഒരു കുറവും വരില്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് മത്സരിക്കുന്ന 17 വാർഡിലെ സ്ഥാനാർത്ഥികളും വിജയിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെ. ഇത്തവണ 17 വാർഡിലും വിജയിക്കുമ്പോൾ UDF പറയുന്നത് നമ്മൾ വിജയിക്കും, സീറ്റ് പിടിക്കുന്നതാണല്ലോ. എത്ര സീറ്റ് പിടിക്കും? അതിപ്പം നമ്മൾ കണക്കായിട്ട് പറയുന്നില്ല. റിബൽ ഉണ്ടോ? റിബൽ എവിടെയെങ്കിലും റിബൽ ഉണ്ടോ? കോൺഗ്രസ് റിബൽ ഒന്നും ഇല്ലല്ലോ. പാർട്ടിക്ക് റിബൽ ഇല്ല. പാർട്ടിക്ക് പിന്നെ മൗനത്തിന്റെ രൂപത്തിൽ CPM നിന്ന് അംഗീകാരം കിട്ടുന്നുണ്ട്. അവരാണ് ഞങ്ങളെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് മത്സരിക്കാൻ പ്രചോദിപ്പിക്കുന്നത്. നിങ്ങൾ മത്സരിക്കണം, നിങ്ങൾ വരാതിരുന്നു. ജനാധിപത്യ ഒരു പോരാട്ടമാകുമ്പോൾ മത്സരിക്കണമല്ലോ. അത് അപ്പൊ അവിടെ നമുക്ക് മത്സരിക്കാൻ വിടുന്നില്ല എന്നുള്ള ആരോപണത്തിന്റെ ആ കഴമ്പ് പോവാണ്. അല്ല, അങ്ങനെയല്ല. ഈ കയ്യൂർ ചീമേനി പഞ്ചായത്തിന്റെ ഒരു നമ്മുടെ ഒരു കാര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം CPMന് മേധാവിത്വമുള്ള പഞ്ചായത്താണ്. അപ്പോൾ അവിടെ ജനങ്ങൾ പലരും പല രീതിയിലും ഭയത്തിലും കാര്യത്തിലേക്കാണ് ജനങ്ങൾ. എന്തുകൊണ്ടാണ് അവർ ഭയക്കുന്നത്? അതായത് CPMന് നമ്മൾ എതിർത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ ചില ആനുകൂല്യങ്ങൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി ആവാസ് യോജന ആയാലും ലൈഫ് മിഷൻ ആയാലും ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ വരെ ചില സമയത്ത് രാഷ്ട്രീയം കലർന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ചില സമ്മേളനങ്ങൾ, പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന സമയത്ത് തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ ഉച്ചവരെ തൊഴിൽ നിർത്തിവെക്കാൻ ആഹ്വാനം ചെയ്തിട്ട് കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്. അത് തൊഴിലുറപ്പ് നിർത്തിവെച്ചിട്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. പേടിച്ചിട്ടാണ്. അതിന് പോയില്ലെങ്കിൽ അത് പല ആളുകളും പരസ്പരം ഇതിന്റെ ADS കാര്യങ്ങൾ ഇത്തരം അല്ല, അതിന്റെ സംഭാഷണങ്ങൾ വരെ, ഓഡിയോ സംഭാഷണങ്ങൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇന്ന് സമ്മേളനമാണ്, നീ വരണം, നിർബന്ധമായിട്ട് വരണം എന്നുള്ള രീതിയിൽ. അപ്പൊ അത് ഭയന്നുകൊണ്ട് ഇല്ല, അത് അത്തരത്തിലുള്ള പരാതികൾ പ്രതിപക്ഷം നമ്മൾ കൊടുക്കാതിരിക്കുന്നത് കാരണം അവർക്കുള്ള ഒരു വരുമാനമാണ്. വരുമാനം നിശ്ചലമാവാൻ പാടില്ല എന്ന് വിചാരിച്ചു. ഇതാണ് ഇപ്പൊ ആകെ കയ്യൂർ ചീമേനി, നമ്മളെ കയ്യൂർ ചീമേനി എന്നല്ല, കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തിലെ അവസ്ഥ. തൊഴിലുറപ്പ് ഈ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടുന്നത് കൊണ്ട് ഒരുവിധം ദാരിദ്ര്യം പിടിച്ചു നിർത്തി പോവുകയാണ്. അത് ഇത്തരത്തിൽ ഈ CPM അല്ലെങ്കിൽ LDFന്റെ ഏകാധിപത്യമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഏകാധിപത്യ പ്രവർത്തനത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ വന്നിട്ടുണ്ട്. അതിപ്പോ 5 വർഷമാണ്. അതിപ്പോ നമ്മളല്ലേ തലമുറ സോഷ്യൽ മീഡിയയും അതുപോലെ ഈ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് പണ്ട് പറയുന്നത് അതേപോലെ അനുസരിക്കുന്ന പ്രവർത്തകരാണ്. ഇന്ന് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് ചിന്തിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, ആ വോട്ടാണ് മറ്റ് പ്രതിപക്ഷത്തിൽ വരുന്നത്. പ്രവർത്തിക്കാൻ വിടുന്നില്ല എന്ന് പറഞ്ഞു. ഒന്ന് മഞ്ചേശ്വരത്തേക്കോ അതിനപ്പുറത്തേക്കോ പോയി നോക്കി ഏതെങ്കിലും BJPയുടെ സെന്ററിൽ ഒരു പാർട്ടി കൂടി ഉയർത്താൻ വേണ്ടി കഴിയുമോ? എവിടെയും കഴിയില്ല.
പക്ഷേ കയ്യൂർ ചീമേനിയിൽ എവിടെ അങ്ങനെയൊന്നുമില്ല. മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും CPM-ന്റെ കാൻഡിഡേറ്റും മറ്റു രാഷ്ട്രീയ പാർട്ടികളും മത്സരിക്കുന്നുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റുമല്ലോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഏറ്റവും കൂടുതൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ നമ്മുടെ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ ശാഖകൾ ഒരുപാട് ഉണ്ട്. ജനങ്ങൾ പെട്ടെന്ന് ഇപ്പൊ ഒരു സംഖ്യ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ബ്രാഞ്ച് സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ അവർക്ക് സ്വാഭാവിക ലോൺ കിട്ടും. ഇതൊക്കെ അവരുടെ ഉള്ളിലൊരു ഭയമാണ്. പക്ഷെ അത് അവർക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അത് ഈ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടായി മാറ്റിക്കൊണ്ട് അവർ ആ പ്രതിഷേധം രേഖപ്പെടുത്തും എന്നുള്ളത്. ആ രേഖപ്പെടുത്തുന്നതിൽ നിങ്ങൾ ഗുണം ചെയ്യും. ഈ കാലങ്ങളിൽ അതാണ് BJP-യുടെ പ്രതീക്ഷ. അതായത് CPM ഇത്തരത്തിൽ ചില ഭീഷണിപ്പെടുത്തി ചില ആളുകളെ കൂടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അത് വോട്ടിൽ ഒരുപക്ഷെ UDF-നും BJP-ക്കും 2025 ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പഞ്ചായത്തിന്റെ വോട്ട് ശതമാനം നമുക്ക് പരിശോധിക്കാം. വോട്ട് കഴിഞ്ഞ ശതമാനം എത്രയായിരുന്നു? ഉണ്ടായിരുന്നു. നമുക്ക് 740 വോട്ടില്ല. നമ്മൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1400. ലോക്സഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള വോട്ടിനാണ് ഒരിക്കലും ചേർച്ച സാധ്യതയില്ല. പഞ്ചായത്തിന്റെ മൊത്തം വോട്ടിംഗ് ശതമാനത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു വളർച്ച അത് ഇതിലും കാണും. പക്ഷെ നമുക്കതിൽ കിട്ടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ 9 സ്ഥലത്തെ സ്ഥാനാർത്ഥിയുള്ളൂ. ചില സ്ഥലത്ത് നമുക്ക് സ്ഥാനാർത്ഥി ഉണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് പേടിച്ചിട്ട് പിന്താങ്ങൂല. അല്ല, അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. ബാക്കിയുള്ള ഈ 9 സ്ഥലത്തിന് പുറമേയുള്ള BJP-യുടെ വോട്ട് എന്ത് ചെയ്യും? BJP-ന്റെ വോട്ട് ഇപ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിപ്പോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് വോട്ട് ചെയ്യില്ല. അല്ല, അതിപ്പോ പ്രവർത്തകരുടെ മനോവികാരത്തിനനുസരിച്ചിട്ട് അവർ ചെയ്യുന്നത്. നോട്ട് ഉണ്ടെങ്കിൽ നോട്ടൊക്കെ തന്നെയായിരിക്കും അത് പോവുക. നോട്ട ഉണ്ടോ അതിന്? അങ്ങനെ തന്നെയാണ് പോവുക. ആളുകൾ പറ ചെയ്യൂല. നമുക്ക് ഇവരെ തോപ്പിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടോ? അല്ല, ഇവരെ തോപ്പിക്കാൻ തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതിന് സമയ ശക്തികളെല്ലാം ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നൊരു സ്വാഭാവികമായ രീതി ഇന്ന് ജനങ്ങൾക്ക് സ്വയം ചിന്തിക്കേണ്ട എല്ലാ കഴിവുമുണ്ട്. കാരണം മാധ്യമങ്ങളിലൂടെ എല്ലാവരും കാണുന്നതാണ് എല്ലാ കാര്യങ്ങളും. ഒരു കാര്യമാണ് ഇവര് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 40 നമ്പറിലെ ബൂത്തിലെ ഏജന്റ് ആയിരുന്നു. അവിടെ 718 വോട്ടായിരുന്നു പോൾ ചെയ്തത്. 72ഓളം വോട്ട് ഓപ്പൺ വോട്ടായിരുന്നു. അത് ഏകദേശം 10% അത് അവർ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. പിന്നെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറയുന്നവരെ ഒരാളെയും കൊണ്ട് വോട്ടിനെ അവിടെ വന്നിരിക്കുമ്പോൾ 45 വയസ്സായ ആൾക്കാർ വരെ ഓപ്പൺ വോട്ടായി. 45 വയസ്സായ കണ്ണ് കാണാത്ത അയാള് അദ്ദേഹത്തിന്റെ പണി ഏതെന്ന് പറഞ്ഞാൽ ഈ മറ്റേ മിഷ്യൻ കല്ല് തട്ടലാണ്. 70 കിലോ 65 കിലോയിലെ മിഷ്യൻ കല്ല് തട്ടുന്നാക്കാണ് ഈ ഓപ്പൺ വോട്ട് ചെയ്യുന്ന അവസ്ഥ കയ്യൂർ ചീമേനി പഞ്ചായത്തിന്റെ. ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ രാഷ്ട്രീയ വിഷയത്തിനപ്പുറത്തേക്ക് ഞാൻ ഒന്നുകൂടി ചോദിക്കുകയാണ്. ഈ പാലായി ഷട്ടർ കം ബ്രിഡ്ജിൽ നിന്നും ഒരുപാട് അതിൻ്റെ ആ ഒരു പ്രവർത്തന പദ്ധതി അത് യൂട്ടിലൈസ് ചെയ്യാൻ ചീമേനി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കുടിവെള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നിലവിൽ കാക്കടവ് പുഴയിൽ നിന്നാണ് വെള്ളം ശേഖരിക്കുന്നത്. പക്ഷേ മെയ് മാസത്തോടു കൂടി കാക്കടവ് പുഴ വറ്റുന്നതോടുകൂടി കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്നൊരു വിഷയം അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് പാലായി ഷട്ടർ കം ബ്രിഡ്ജിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പഞ്ചായത്ത് മുൻകൈ എടുക്കുന്നില്ല? ഉണ്ട്, ഒരു പുതിയ പദ്ധതി വരുന്നുണ്ട്. അതായത് മന്നച്ചമ്പയിൽ കിണർ കുഴിച്ചുകൊണ്ട് പാലായി ഷട്ടർ ബ്രിഡ്ജിന്റെ മന്നച്ചമ്പയിൽ കിണർ കുഴിച്ചുകൊണ്ട് പള്ളിപ്പാറ അതിന് ടാങ്ക് വെച്ചുകൊണ്ട് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തും അതിന് ചുറ്റുപാടുമുള്ള 4 പഞ്ചായത്തുകൾ കൂടി കുടിവെള്ളം കൊടുക്കുന്ന ഒരു വലിയ പദ്ധതി. അത് ടെൻഡർ കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. മറ്റൊരു വിഷയം, ഈ എൻഡോസൾഫാൻ രൂക്ഷമായ ഒരു മേഖലയും കൂടി ആയിരുന്നല്ലോ നേരത്തെ. ഇവിടെ ഈ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ പശ്ചാത്തല സൗകര്യങ്ങളിൽ കൊണ്ട് ഏറ്റവും വികസനമാണെങ്കിൽ കൂടി അവിടെ പല സ്ഥലങ്ങളിലും ഡോക്ടർമാരുടെ മതിയായ സേവനം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നൊരു ആക്ഷേപവും ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ചീമേനി പഞ്ചായത്തിലുണ്ട്. അതില്ല എന്ന് തന്നെ പറയാം. കാരണം അങ്ങനത്തെ ഒരു ആക്ഷേപം വരാൻ ഒരു സാധ്യതയില്ല. കാരണം കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 4 ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ നിലവിലുണ്ട്. 3 ഡോക്ടർമാർ ഗവൺമെന്റ് നിയമിച്ച ഡോക്ടർമാരും 1 ഡോക്ടർ കയ്യൂർ ചീമേനി പഞ്ചായത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് പോസ്റ്റ് ചെയ്ത 1 ഡോക്ടർ 4 ഡോക്ടർമാരുടെ സേവനം ഉണ്ട്. 6 മണി വരെ OP കൃത്യമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ എൻഡോസൾഫാൻ രോഗികളെ ചികിത്സിക്കുന്ന ജില്ലയിലെ തന്നെ ആയുർവേദ ആശുപത്രി എന്ന് പറയുന്നത് കയ്യൂർ ചീമേനി ആയുർവേദ ആശുപത്രിയാണ്. അത് ചീമേനിയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പോലും ഇഷ്ടം പോലെ രോഗികൾ അവിടെ ചികിത്സ തേടുകയാണ്. 6 ഡോക്ടർമാരുടെ സേവനം നിലവിൽ ആ ആശുപത്രിയിലും ഇപ്പോൾ നിലവിലുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണല്ലോ അല്ലേ? അങ്ങനെയുള്ള ഒരു ആക്ഷേപത്തിന്റെ ഭാഗമായി ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. പിന്നെ ഈ എല്ലാ ഹെൽത്ത് സെന്ററിലും ഈ ഫണ്ട് നീക്കിയിരിപ്പായി കാണുന്നു. അത്രയും മാത്രം ഇതുണ്ടെങ്കിൽ അത് നമ്മളെ രോഗികൾക്ക് അല്ലെങ്കിൽ നമ്മളെ ഉപഭോക്താക്കൾക്ക് അത് വിനിയോഗിക്കുന്ന രൂപത്തിലാവുമല്ലോ. ഈ ഇവര്
ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ എല്ലാ മേഖലകളിലും 3, അതായത് പിന്നെ ഹോമിയോ ആശുപത്രി ആയാലും മറ്റേ ആയുർവേദ ആശുപത്രി ആയാലും മറ്റേ പബ്ലിക് ഹെൽത്ത് സെന്റർ ആയാലും അവിടെയൊക്കെ ഈ പൈസ ബാക്കി കാണണം. അത് ശരിക്കും പറഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യണ്ടേ? അത് ഹോമിയോ ആശുപത്രിയുടെ മരുന്ന് വാങ്ങുന്നതിൽ വരുന്ന ഒരു മരുന്ന് ആവശ്യത്തിന് മാത്രമേ മരുന്ന് വാങ്ങുള്ളൂ. അപ്പോൾ ആ ആവശ്യത്തിന് മാത്രം മരുന്ന് വാങ്ങും. ഹോമിയോ ആശുപത്രിയിൽ മാത്രമേ ആ പൈസ കുറച്ച് ബാക്കിയുള്ളൂ, മറ്റൊരാശുപത്രിയിലും ബാക്കിയില്ല. കാരണം ഹോമിയോ ആശുപത്രിയിൽ അത്ര കുറവ് ജനങ്ങൾ മാത്രമേ സമീപിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ബാക്കി 2 ആശുപത്രിയിലും ആയുർവേദത്തിലായാലും അലോപ്പതി ആശുപത്രിയിലായാലും അങ്ങനത്തെ ഒരു പ്രശ്നം നിലവിലില്ല. സ്വാഭാവികമായിട്ടും മറ്റൊരു പ്രധാനപ്പെട്ട അത് രാഷ്ട്രീയപരമായ ഒരു ചോദ്യം കൂടിയാണ്. യഥാർത്ഥത്തിൽ പ്രസിഡന്റോട് തന്നെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയപരമായും താങ്കളുടെ പദവിക്കനുസരിച്ചിട്ടുള്ള ഒരു മറുപടി പറയാൻ ചിലപ്പോൾ അതിന് സാധിച്ചു എന്ന് വരില്ല. എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഇത്ര കയ്യൂർ പഞ്ചായത്ത് അല്ലെങ്കിൽ കയ്യൂർ ചീമേനി പഞ്ചായത്ത് ഏറ്റവും മനോഹരമായ ഒരു ടൂറിസം സാധ്യതയുള്ള ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ തേജസ്വിനി പുഴയടക്കം ഉപയോഗപ്പെടുത്തി കയ്യൂർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റൊരു സ്ഥലമായി കാണുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് എന്തുകൊണ്ട് കയ്യൂർ നിങ്ങളുടെ രക്തസാക്ഷിയുമായി ബന്ധപ്പെട്ട് രക്തസാക്ഷിത്വത്തിന് മതിയായ അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്കൊക്കെ വന്നു പോകാൻ പറ്റുന്നൊരു സ്പോട്ടാക്കി അതിനെ ഡെവലപ്പ് ചെയ്യാൻ എന്തുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ടും സാധിക്കാത്തത്? 2025-30 മാനിഫെസ്റ്റോയിൽ ആ ഒരു പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ 4 പ്രധാനപ്പെട്ട സഹകരണ ബാങ്കുകളുണ്ട്. ആ സഹകരണ ബാങ്കുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയിട്ട് കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ പാലായി ഷട്ടർകം ബ്രിഡ്ജിൻ്റെ ഭാഗമായിട്ട് അതിൽ വെള്ളം ജലം കെട്ടി നിൽക്കുന്ന ആ ഭാഗങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കാക്കടവ് വരെ അരിയിട്ടപാറ ഉൾപ്പെടെ കാക്കട വരെ നീളുന്ന ഒരു വലിയ പ്രൊജക്റ്റ് അടുത്ത ഭരണസമിതിയുടെ ഭാഗമായിട്ട് അതിൽ കയ്യൂർ രക്തസാക്ഷി മണ്ഡപം അടക്കം നിങ്ങൾ അത് ഡെവലപ്പ് ചെയ്യുന്നതാണോ ഉദ്ദേശിക്കുന്നത്? കയ്യൂർ രക്തസാക്ഷി മണ്ഡപം അടക്കം കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ആരാധനാലയങ്ങൾ, അത് അമ്പലങ്ങൾ, പള്ളികൾ ഒക്കെ മോസ്കുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അത് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. അത് ഒരുപക്ഷെ അത് വൈകിയില്ലേ എന്നുള്ളതൊരു ചോദ്യത്തിന് പ്രസക്തി. കാരണം ഇടതുപക്ഷത്തിൻ്റെ സംസ്ഥാന തലത്തിലും അടക്കം കഴിഞ്ഞ 10 വർഷത്തോളം ഭരിക്കുന്ന ഇടതുപക്ഷത്തിന് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയൊരു സമരഭൂമിയെ ഒരു വലിയൊരു ടൂറിസ്റ്റ് ഒരു ഹബ്ബാക്കി മാറ്റാൻ പറ്റാവുന്നൊരു സാധ്യത ഉണ്ടായിട്ടും അത് വൈകി എന്ന് തന്നെയല്ലേ സൂചിപ്പിക്കാൻ പറ്റും? എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ ആ വൈകിയത് ഒരു കുതിച്ചാട്ടത്തിനുള്ള ഒരു വൈകൽ മാത്രമാണ്. തീർച്ചയായിട്ടും കുതിച്ചാട്ടം ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആരോപിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും? നമ്മളെ പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ട് കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ ഇവർ അത്ര ഒരു വിജിലന്റ് അല്ല പല കാര്യത്തിലും. അത് നമുക്ക് ബോധ്യമായി. കാരണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് ബോധ്യമായി. കാരണം പിന്നെ ഇവിടെ ഒരു സ്കൂളുകളിൽ വാട്ടർ പ്യൂരിഫയർ പണിക്കുന്ന കാര്യത്തിൽ അതായത് ഏറ്റവും കൂടുതൽ റേറ്റ് കോട്ട് ചെയ്തവർക്കാണ് കൊടുത്തിട്ടുള്ളത്. 1, 2, 3, 4ഓളം പിന്നെ സ്ഥാപനങ്ങൾ പങ്കെടുത്തിരുന്നു. അതിന് കോട്ട് ചെയ്ത് ഒരു കമ്പനി 11,900, വേറൊരു കമ്പനി 11,150, ഒരു കമ്പനി 5,990, വേറൊരു കമ്പനി 13,630. ഈ 13,630 ഏറ്റവും ടോപ്പ് പിന്നെ റേറ്റ് കോട്ട് ചെയ്ത് അവർക്കാണ് ഇവർ ഇത് കൊടുത്തത്. ഓഡിറ്റിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അവർക്ക് കൊടുത്തു, അതിനെന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള റിമാർക്സ് എല്ലാം പാടില്ല. ഈ വാട്ടർ പ്യൂരിഫയർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പ്രവർത്തനക്ഷമമായിരിക്കണം. പിന്നെ വാട്ടർ പ്യൂരിഫയറിന്റെ അതിന്റെ ഉപയോഗം കിട്ടില്ല. അത് കൃത്യമായിട്ട് അതിന്റെ കമ്മിറ്റി പരിശോധിച്ച് കമ്പനികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ കമ്പനികളെയും വിളിച്ചു ചേർത്ത് ഇരുത്തിക്കൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് പരിശോധിച്ചതിന് ശേഷമാണ് അത് തിരഞ്ഞെടുത്തത്. അത് സംഖ്യയുടെ മാത്രം പ്രശ്നമല്ല, അതിന്റെ ഗുണനിലവാരത്തിന്റെയും കൂടെ പ്രശ്നമാണ്. അത് വിശ്വാസയോഗ്യമല്ല. കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ അത് ഓഡിറ്റർ അംഗീകരിച്ച ഒരു ഓഡിറ്റർ ഒബ്ജക്ഷൻ ഉണ്ടാവും. പക്ഷെ അതിനുശേഷം ഓഡിറ്റർക്ക് കൊടുക്കും. കാരണം ഒന്നാമത് ഈ പിന്നെ പ്യൂരിഫയറിന്റെ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. ആ പറയുന്ന സ്പെസിഫിക്കേഷൻ ഫുള്ള് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാന കൂടി പ്രശ്നം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. നിലവിൽ ചീമേനി പഞ്ചായത്തിൽ ഒരു കായിക മത്സരം നടത്താനുള്ള ഗ്രൗണ്ട് പോലുമില്ല. ഇത് നിങ്ങളാണ് പറയേണ്ടത്, ഞാനാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത് ചോദിച്ചപ്പോഴാണ് അഴിമതിയുടെ കാര്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ അതായത് പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി പ്രകാരം 1 കോടി രൂപയുടെ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഈ പഞ്ചായത്തിൽ അവിടുത്തെ പ്രദേശത്തുള്ള ക്ലബ്ബുകൾ കുട്ടികൾ എല്ലാവർക്കും പിന്നെ കായിക വിനോദങ്ങൾ ഏർപ്പെടാനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് നമ്മളോടൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ശിലാസ്ഥാപനമൊക്കെ കഴിഞ്ഞത്. പക്ഷെ വളരെ ദ്രുതഗതിയിൽ ആ പണി പൂർത്തിയാക്കാതെ ഈ പിന്നെ കഴിഞ്ഞ 1 മാസം മുമ്പേ പെട്ടെന്ന് തന്നെ ഒരു ഉദ്ഘാടനം നിശ്ചയിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ മാത്രമല്ല അവിടുത്തെ മറ്റ് ക്ലബ്ബ് സാമൂഹിക സംഘടനകളും ഒക്കെ തന്നെ എല്ലാവരുടെ എതിർപ്പും മറികടന്നുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ആ ഒരു നിലവിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്
1 കോടി പോയിട്ട് അതിന് 20 ലക്ഷം രൂപ ചിലവ് വരാത്തൊരു ഗ്രൗണ്ടായി അതിനെ മാറ്റി എന്നുള്ളൊരു ആരോപണം ആ ഗ്രൗണ്ടിനെ സംബന്ധിച്ചോളം നിലവിലുണ്ട്. അപ്പോൾ അതിനെതിരായിട്ട് എല്ലാവരും പല രീതിയിലും ഇതിനെതിരെ എതിർക്കുകയും ആ ഉദ്ഘാടന പരിപാടിയിൽ പോലും നമ്മൾ പങ്കെടുത്തില്ല ഈ ഒരു ആരോപണം ഉള്ളതുകൊണ്ട്. കാരണം അതൊരു ശരിയായ പ്രവണതയില്ല. കാരണം ഒരു പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി അത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ ഒരു അശ്രദ്ധ അതിൽ വന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം നമ്മളെ സംബന്ധിച്ചോളം മറുപടി പറയും. അത് കൃത്യമായിട്ട് ഞാൻ പറയാം. കാരണം 1 കോടി രൂപയാണ് അതിന്റെ പ്രൊജക്റ്റ്. പക്ഷെ അത് കോട്ട് ചെയ്തത് 76,000 രൂപയ്ക്കാണ് കോട്ട് ചെയ്തത്. അതിൻ്റെ വർക്കാണ് അവിടെ നടന്നത്. അതിൽ പ്രധാന വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫെൻസിങ്, അതുപോലെ തന്നെ ഗാലറി, അതുപോലെ അതിൻ്റെ മണ്ണ് 1 അടി കുഴിയെടുത്ത് അതിൻ്റെ മണ്ണ് എടുത്ത് അത് അരിച്ച് പൂഴിയും കൂടി കൂട്ടിച്ചേർത്ത് അവിടെ തന്നെ ഫില്ല് ചെയ്യുക എന്നതാണ് ആ പദ്ധതി. അതിൽ ഒറ്റ പ്രശ്നം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ മണ്ണ് അരിക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള നാട്ടുകാരെല്ലാം കൂടി വന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം അവരുടെ വീടുകളിലേക്ക് ഇതിന്റെ പൊടി വാർന്നുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ഈ പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മളറിയുന്നില്ല. അത് സ്കൂൾ ബന്ധപ്പെട്ട PTA മാത്രം അറിഞ്ഞുകൊണ്ട് അവിടുത്തെ അധ്യാപകർ പറഞ്ഞുകൊണ്ട് തൽക്കാലം എന്നാൽ പിന്നെ എഞ്ചിനീയറെല്ലാം കൂടി എന്നാൽ പിന്നെ ഈ മണ്ണ് അരിക്കാണ്ട് അത് അവിടെ തന്നെ ഫില്ല് ചെയ്യാം, പൂഴിയും കൂടി കൂട്ടിച്ചേർത്ത് ഫില്ല് ചെയ്യാം എന്നവർ തീരുമാനിച്ച് അത് ഫില്ല് ചെയ്തു. പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികളെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി, മന്ത്രി വന്നപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. തീർച്ചയായിട്ടും അതിന് 3 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഇനി എന്തായാലും ഈ വർഷം തന്നെ അത് മാന്തിയെടുത്ത് അത് അരിച്ച് പൂഴിയും കൂടി കൂട്ടിച്ചേർത്ത് വീണ്ടും ഫില്ല് ചെയ്യും എന്ന്. അല്ല, ഫില്ല് ചെയ്യുന്നല്ല, അതിന് ദ്രുതഗതിയിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമില്ലേ? പണി പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനം ചെയ്താൽ ഉദ്ഘാടനം നടന്നോ? അതിന്റെ അതാണ് ജനങ്ങളുടെ ആശങ്ക. ഉദ്ഘാടനം കഴിഞ്ഞു. അതുവരെ ഒരു പരാതിയും അതിനുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഉദ്ഘാടന സമയത്താണ് ഈ പരാതി വന്നത്. ഉദ്ഘാടനം തീരുമാനിച്ചു. ലെവലിംഗ് ഇല്ല, പിന്നെ ഗ്രൗണ്ടിന്റെ ശാസ്ത്രീയത ഇല്ല, പിന്നെ കൺസ്ട്രക്ഷൻ നടക്കാത്തെടുക്കാൻ നമ്മൾ ഉദ്ഘാടനം പ്രതീക്ഷിക്കുന്നില്ല. ഇല്ല ഒരിക്കലും. ആ ഗ്രൗണ്ട് ഇപ്പൊ നമ്മൾ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. കുട്ടികൾ കളിക്കുന്ന ഖോഖോന്റെ പോസ്റ്റ് വരെ കളിസ്ഥലം, മറ്റൊരു കളിസ്ഥലം കയ്യൂർ സ്കൂളിന്റെ ഗ്രൗണ്ട് 8 കോടി രൂപയാണ് ഇപ്പൊ പ്രൊജക്ട് വന്നേക്കുന്നത് ഗവൺമെന്റ്. 8 കോടി രൂപയ്ക്ക് ഒരു വലിയ സ്റ്റേഡിയം കയ്യൂർ സ്കൂളിന്റെ ഗ്രൗണ്ട് സ്റ്റേഡിയമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് ഇപ്പൊ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതും കൂടി വന്നാൽ കയ്യൂർ ചീമേനിയുടെ കായിക സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കാൻ വലിയ സാധ്യതകൾ. നിലവിൽ പഞ്ചായത്തിൽ ഭൂമി പട്ടയ പ്രശ്നങ്ങൾ എന്തെങ്കിലും കിടക്കുന്നുണ്ടോ? പട്ടയ പ്രശ്നമുണ്ട് തീർച്ചയായിട്ടും. ചീമേനി ടൗൺ മാത്രമല്ല, മറ്റ് കാലാവധിക്ക് മുമ്പേ കൈമാറ്റം ചെയ്ത മിച്ചഭൂമിയിലെ ചില വിഷയങ്ങളും കൂടെ ഒരുപാട് പട്ടയ പ്രശ്നങ്ങൾ ചീമേനി വില്ലേജുമായി വന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നടപടി എന്തെങ്കിലും ആയോ? ഗവൺമെന്റിന് ഒരുപാട് നിവേദനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി സങ്കീർണമാണ്. മറ്റു സ്ഥലത്തെ ഭൂമി പ്രശ്നം പോലെയല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും അവസാനം നിങ്ങൾക്ക് 1 മിനിറ്റിൽ നിങ്ങളുടെ ആശയങ്ങൾ വെച്ച് നിങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കാനുള്ളൊരു സമയം കൂടി തരാം. എന്താണ് ഈ പ്രവർത്തനങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ കഴിഞ്ഞ ഈ ചർച്ച നടത്തിയതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം? BJPക്ക് അവിടെ വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്താണെന്ന്? BJP മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറഞ്ഞാൽ വികസിത കേരളം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി, അതുപോലെ വികസിത കയ്യൂർ ചീമേനി എന്നുള്ള ലക്ഷ്യമായിട്ടാണ് BJP മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയത്തിലുപരി നമ്മുടെ നാടിൻ്റെ വികസനമാണ് BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അജണ്ട. അത് വെച്ചിട്ട് തന്നെയാണ് BJP വോട്ട് ചോദിക്കുന്നതും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഈ ക്ഷേമ പദ്ധതികൾ എല്ലാ പഞ്ചായത്തിലും, എല്ലാ വീടുകളിലും, ഒരു പദ്ധതിയും കിട്ടാത്തൊരു വീടുകളും ഇന്ന് നമ്മുടെ നാട്ടിലില്ല. അത് വെച്ചിട്ട് വികസന പദ്ധതികളിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. യെസ്, തീർച്ചയായും UDFന് പറയാനുള്ളത് ഇനിയുള്ള 18 വാർഡുകളിലും അല്ലെ 17 വാർഡുകളിലും നമ്മൾ വിജയിക്കണമെന്നുള്ളതാണ്. എങ്ങനെയാണ് UDF ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? കാരണം ഒരുപാട് യുവാക്കൾ തൊഴിലില്ലാതെ അലയുന്നുണ്ട്. യുവാക്കൾക്കും യുവതികൾക്കും തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികളുമായിട്ടാണ് ഇനി ഈ പഞ്ചായത്തിന്റെ മുന്നോട്ടുള്ള പോക്ക്. അപ്പം ആ തൊഴിൽ ലഭ്യമാക്കാനുള്ള പദ്ധതികൾക്കാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത്. അത് ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രാവർത്തികമാക്കും. ഇതുമാതിരിയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ, പിൻവാതിൽ നിയമനങ്ങളോ മാതിരിയുള്ള നിയമനങ്ങളോ മറ്റ് കാര്യങ്ങളോ UDFിൽ നിന്ന് ഉണ്ടാവില്ല. ഏറ്റവും അവസാനത്തിൽ LDFനോട് തന്നെ ചോദ്യം തുടങ്ങിയിട്ട് തന്നെ അവസാനിപ്പിക്കുകയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഞ്ചായത്ത് അടുത്തൊരു ഭരണസമിതി അധികാരം ഏറ്റെടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവർ വിജയിച്ച് വന്നാൽ അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിരവധിയാണ്.
ഈ കാര്യങ്ങളെ എങ്ങനെയാണ് ഇത്രയും നമ്മൾ ചർച്ചയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളടക്കം മുൻനിർത്തി ചോദിക്കുകയാണ്, ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ LDFന് എത്രത്തോളം പ്രതിജ്ഞാബദ്ധമാണ്? LDFനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ പൂർണ്ണമായിട്ട് കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു വലിയ പ്രയത്നം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലകളിലും, ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, പശ്ചാത്തല മേഖലയിൽ ഒക്കെ ആ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സർക്കാർ, അത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ പശ്ചാത്തല മേഖലയിലുള്ള വികസനം, കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൻ്റെ 70% ചെമ്മൺ റോഡുകളും ഇപ്പം നല്ല റോഡുകളായി മാറ്റിക്കഴിഞ്ഞു. അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ അടിസ്ഥാന മേഖലയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് ടൂറിസം മേഖലയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. അതിന് ജനങ്ങൾ വോട്ട് നൽകി വീണ്ടും ഈ മുന്നണിയെ തന്നെ കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിൽ അധികാരത്തിലെത്തിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഉറപ്പുണ്ട്. തീർച്ചയായും കയ്യൂർ ചീമേനി പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി സാങ്കേതികമായ പ്രശ്നങ്ങൾ കയ്യൂർ ചീമേനി പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തല വികസന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു തനത് ഫണ്ട് ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഭീമമായ പ്രവർത്തനമാണ് വരും ഭരണസമിതികൾക്ക് തലയിലേക്കുള്ള ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതോടൊപ്പം ജനങ്ങളെ കൃത്യമായും UDF അല്ലെങ്കിൽ BJP ഉന്നയിക്കുന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളില്ലാത്ത തരത്തിൽ പഞ്ചായത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിജ്ഞാബദ്ധമാണ് LDF എന്ന് LDF പറയുമ്പോൾ ഇത്തരം സാങ്കേതികമായ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു മഹത്തായ പ്രവർത്തനത്തിലേക്കാണ് ഇനി കാഴ്ചവെക്കേണ്ടത്. ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു പഞ്ചായത്താക്കി മാറ്റാൻ സാധിക്കുന്ന, ഏറ്റവും നല്ല ടൂറിസം സാധ്യതയുള്ള പഞ്ചായത്താക്കി മാറ്റാൻ ശ്രമിക്കാവുന്ന ഏറ്റവും മനോഹരമായ പഞ്ചായത്ത് ഒരു പക്ഷേ വരുന്ന 5 വർഷത്തിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ മുമ്പിലേക്ക് ഒന്നുകൂടി ഉയർത്തി കാണിക്കാൻ പറ്റാവുന്ന തരത്തിലേക്കുള്ള വരും ഭരണസമിതികൾക്ക് കഴിയട്ടെ എന്ന് മാത്രമേ ആശംസിക്കാൻ പറ്റൂ. അതുകൊണ്ട് സീനറ്റിൻ്റെ ഇന്നത്തെ ഈ സംവാദത്തിൽ പങ്കെടുത്തിരിക്കുന്ന 3 പ്രഗത്ഭരായ നേതാക്കളും പറഞ്ഞു വെക്കുന്നത് കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അടിസ്ഥാന വികസനങ്ങൾക്കൊപ്പം തൊഴിൽ നൈപുണ്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന, തൊഴിൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റാവുന്ന എല്ലാ വികസന സൗകര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കയ്യൂർ ചീമേനി പഞ്ചായത്തായി ഇന്ത്യയൊട്ടാകെ അറിയപ്പെടാൻ പോകുന്ന ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുമെന്ന് തന്നെയാണ് ഈ 3 ആൾക്കാരും അധികാരം കിട്ടിയാൽ ചെയ്യും എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുന്നത്. അത് ഇന്ന് LDFന് വേണ്ടി ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ AG അജിത് കുമാറാണ്. അദ്ദേഹത്തെ ഈ സംവാദത്തിൽ പങ്കെടുത്തതിന് സീനറ്റിൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് A ജയരാമനാണ്. ചീമേനി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റും UDF ചീമേനി പഞ്ചായത്ത് കൺവീനറും കൂടിയായ A ജയരാമനെയും സീനറ്റിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം രാജീവൻ ചീമേനി BJPയുടെ നീലേശ്വരം മണ്ഡലം ജനറൽ സെക്രട്ടറി കൂടിയായ അദ്ദേഹം വളരെ കൃത്യമായും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനും പ്രത്യേകമായും സീനറ്റിൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വരുന്ന പഞ്ചായത്തുമായി ഉള്ള ചർച്ചകൾ കാത്തിരിക്കുക. ആ കാത്തിരിക്കുന്നതിലൂടെ നിങ്ങളുടെ സമ്മതിദാനാവകാശം വളരെ കൃത്യമായി നിങ്ങൾ ഈ ചർച്ചകൾക്ക് കേട്ട് വിനിയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് എവിടെ വിനിയോഗിക്കണമെന്നുള്ള ചിന്താശക്തി നിങ്ങൾ വോട്ട് അവകാശമുള്ള നിങ്ങളിലാണ്. അത് കൃത്യമായും ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.